ജയോ രാധാ മാധവ ജയോ കുഞ്ചബിഹാരി ജയോ ഈ ഭഗവത്ഗീത ലേറ്റ് ആയിട്ട് തുടങ്ങി. ജയോ ഞാൻ ലിങ്ക് അയച്ചു തരാം, വേണമെങ്കിൽ കേട്ടോ. ജയോ ഇവിടെ ഇപ്പൊ നമുക്ക് ഇനി ഫൈൻ എടുക്കാവോ? ഇല്ല, ഇപ്പൊ നമ്മളെ ഒരു ഫൈവ് എടുക്കാലോ, കാരണം 5 1 2 3 4 5 ഉണ്ട് ഇവിടെ. രണ്ടെടുക്കാം നമുക്ക്. എത്ര പ്രാവശ്യം രണ്ടെടുക്കാൻ പറ്റും? 1 ടൈം എടുക്കാൻ പറ്റും, 2 ടൈം രണ്ടെടുക്കാൻ പറ്റും. 1 വരും. അപ്പൊ നമ്മളിവിടെ എത്ര പ്രാവശ്യം രണ്ടെടുക്കാൻ പറ്റും ഉണ്ടാക്കുന്നത്? 2 ടൈംസ്. ഏത് 2 ടൈംസ് എത്രയാണ്? 4. റിമൈനിങ് എത്ര വരും? 5 and 4 1 1 എടുക്കാൻ പറ്റും. ഇല്ല, അപ്പൊ എന്ത് ചെയ്യും? ആഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം? ഇവിടെ പോയിന്റ് ഇടണം. പിന്നെ പോയിന്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 0 എടുക്കുമ്പോ എത്ര പ്രാവശ്യം വരും? 10 2 4s are 8 2 5s are 10 സോ 5 ആൻസർ 2.5. അപ്പൊ then remainder adding with 10 is question. 10 ഒന്നുമില്ല.
हरिनाम संकीर्तन महायज्ञ की जय। श्रीमद् भागवतम भगवद गीता पठन यज्ञ की जय। श्रीरा प्रभुपाद की जय। श्री गुरुदेव की जय। गौर प्रमानंदे हरि बोल। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. കൃഷ്ണ കൃപയാൽ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം 18-ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യുന്നത്. 4-ാം അധ്യായം ഭഗവത്ഗീത 18-ാം ശ്ലോകം. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം 18-ാം ശ്ലോകം. കർമ്മണ്യാ കർമ്മയാ പശ്യേ കർമ്മണ്യാ കർമ്മയാ പശ്യേ കർമ്മണി ച കർമ്മയാഃ കർമ്മണി ച കർമ്മയാഃ സാ ബുദ്ധിമാൻ മനുഷ്യേഷു സാ ബുദ്ധിമാൻ മനുഷ്യേഷു സാ യുക്ത കൃഷ്ണകർമ്മകൃത് സാ യുക്ത കൃഷ്ണകർമ്മകൃത്
कर्मण्या कर्मया पश्ये कर्मण्या कर्मया पश्ये कर्मणि च कर्मयाः कर्मणि च कर्मयाः सा बुद्धिमान् मनुष्येषु सा बुद्धिमान् मनुष्येषु सा युक्ता कृष्णकर्मकृत् सा युक्ता कृष्णकर्मकृत् कर्मण्या कर्मया पश्ये कर्मणि च कर्मयाः सा बुद्धिमान् मनुष्येषु सा युक्ता कृष्णकर्मकृत् ഹരേ കൃഷ്ണ. ഏതെങ്കിലും രണ്ടുപേർ ഒന്ന് ഏറ്റു പറഞ്ഞു. कर्मण्या कर्मण्या पश्ये कर्मणि च कर्मयः सा बुद्धिमान् मनुष्येषु कृष्णकर्मकृत् कर्मण्या कर्मया पश्ये कर्मणि च कर्मयः सा बुद्धिमान् मनुष्येषु सा युक्ता कृष्णकर्मतः. कर्मण्या कर्मया पश्ये कर्मणि च कर्मयः सा बुद्धिमान् मनुष्येषु सा युक्ता कृष्णकर्मकृत् कर्मण्या कर्मया पश्ये कर्मणि च कर्मयः सा बुद्धिमान् मनुष्येषु सा युक्ता कृष्णकर्मकृत्. ഓക്കെ, കർമ്മണി ഏറ്റു പറയുക. കർമ്മണി കർമ്മത്തിൽ, അകർമ്മഹ അകർമ്മത്തെയും, അകർമ്മണി കർമ്മം ചെയ്യാതിരിക്കലിൽ, കർമ്മച ഫലോദിഷ്ട കർമ്മത്തെയും, യാ യാതൊരുവൻ, പശ്യേ കാണുന്നുവോ, സാ അവൻ, മനുഷ്യേഷു മനുഷ്യരിൽ വച്ച്, ബുദ്ധിമാൻ ബുദ്ധിമാനാകുന്നു, സാഹ അവൻ, കൃഷ്ണകർമ്മകൃത് സകലവിധ കർമ്മങ്ങളും ചെയ്യുന്നവനെങ്കിലും, യുക്താഹ ആ ഭൗതികനാണ്. കർമ്മത്തിൽ, എല്ലാവരും പറയുക, കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവനത്രേ മനുഷ്യരിൽ ബുദ്ധിമാ. എല്ലാതരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും അതീന്ദ്രിയ സ്ഥിതിയിൽ യാണയാൾ. ഒന്നുകൂടി, കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവനത്രേ മനുഷ്യരിൽ ബുദ്ധിമാൻ. എല്ലാതരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും അതീന്ദ്രിയ സ്ഥിതിയിലാണ് അയാൾ. ഭാവാർത്ഥം വായിക്കാം, ഭക്തന്മാരെ കേട്ടിരിക്കുക. ഭാവാർത്ഥം യേസി ഭക്തി വേദാന്ത സ്വാമി ശ്രീലാ പ്രഭുപാദ് കി ജയ്. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നയാൾ സ്വാഭാവികമായി കർമ്മബന്ധങ്ങളിൽ നിന്ന് വിമുക്തനാണ്. കൃഷ്ണന് വേണ്ടിയാണ് അയാളുടെ പ്രവർത്തനങ്ങൾ എല്ലാം. അതുകൊണ്ട് അവയുടെ ഫലങ്ങൾ അയാൾ അനുഭവിക്കുന്നില്ല. കൃഷ്ണന് വേണ്ടി എല്ലാത്തരം പ്രവൃത്തികളിലും ഏർപ്പെടുന്ന അയാൾ മനുഷ്യരിൽ വച്ച് ബുദ്ധിമാനാണ്. അകർമ്മം എന്നാൽ പ്രതികരണമില്ലാത്ത കർമ്മം എന്നർത്ഥം.
കർമ്മഫലം ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ വിലങ്ങുതടിയാകുമോ എന്ന് ഭയന്ന് വ്യക്തിശൂന്യവാദി കാമ്യകർമ്മങ്ങൾ നിർത്തുന്നു. എന്നാൽ താൻ പരമദിവോത്തമ പുരുഷനായ ഭഗവാന്റെ നിത്യദാസനാണെന്ന് ഒരു ഭക്തന് ശരിക്കറിയാം. അതുകൊണ്ടാണ് അയാൾ കൃഷ്ണബോധ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നു. അങ്ങനെ എല്ലാ പ്രവൃത്തികളും കൃഷ്ണന് വേണ്ടി ചെയ്യുന്നതിനാൽ അയാൾ കൃഷ്ണസേവനത്തിൽ അതീന്ദ്രിയ ആനന്ദം മാത്രം അനുഭവിക്കുന്നു. ഈ വിധം പ്രവർത്തിക്കുന്നവർ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ കാക്ഷിക്കാറില്ല. എന്നേക്കും താൻ ഭഗവാന്റെ ദാസനാണെന്ന ബോധം എല്ലാ കർമ്മത്തിന്റെയും വിവിധ പ്രതികരണങ്ങളിൽ നിന്ന് ഭക്തന് രക്ഷ നൽകുന്നു. ഓം തത് ശ്രീല പ്രഭുപാദ് കീ ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുലോർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപാദകമലം ശ്രീഗുരു വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹന ലളിത ശ്രീ വിശാഖാനിതം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപീശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരി പ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗർദിശേ നമഃ. നമോ ബ്രാഹ്മണദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ഗിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭേവ ച പതിതാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷാശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമോ ഓം സുധാ കൃഷ്ണ പ്രശായ ബദലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമി ദിനാമിനെ നമാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവത പദസുമേത ശ്രീ പ്രചാരണേ ലോകതാരണേ ശ്രീല മഹാവിഷ്ണു ഗോസ്വാമി ദിന. ഹരേ കൃഷ്ണ. വളരെ സന്തോഷമുണ്ട്. ഭഗവാന്റെ കൃപയാൽ ഇന്ന് മനോഹരമായ ഒരു സത്സംഗത്തിന് ഭഗവാൻ ഒരു അവസരം തന്നിരിക്കുകയാണ്. ഇന്ന് വന്നു ചേർന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. കേൾക്കാമല്ലോ അല്ലെ? മൈക്കില്ല, കേൾക്കാമല്ലോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഭഗവത്ഗീത 4ാം അധ്യായം 18ാം ശ്ലോകം. അതിനു മുമ്പ് ഈ പാറശാലയില് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാന്റെ കൃപയാൽ ഭക്തിയുത സേവനത്തിന്റെ ബാലപാഠങ്ങൾ ഞാനൊക്കെ പഠിച്ചത് ഈ പാറശാല ക്ഷേത്രത്തിൽ നിന്നാണ്. ഇവിടെ ഈ ക്ഷേത്രം വരുന്നതിന് മുമ്പ് അപ്പുറത്തായിരുന്നല്ലോ, നമുക്കറിയാം. അന്ന് മുതൽ റെഗുലറായിട്ട് ഈ പ്രോഗ്രാമിന് വരുന്ന ആൾക്കാരൊന്ന് കൈപ്പിക്കുകയും തുടങ്ങിയപ്പോ മുതൽ ജയ് ഹരിവോ. ഒരുപാട് ഡിവോട്ടീസ് നമ്മുടെ കൂടെ അന്ന് ഉണ്ടായിരുന്നവരിപ്പോ ഇല്ല അല്ലെ? പലരും മരിച്ചിട്ടുണ്ട്. ഒരു 2002 കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ഞാനൊക്കെ കൂടുതൽ സേവനത്തിന് വന്നിരുന്നത്. എന്റെ ദീക്ഷാ പ്രോഗ്രാം ബ്രഹ്മമധ്യ ഗൗഡിയ സമ്പ്രദായത്തിൽ നിന്നും ദീക്ഷാ പ്രോഗ്രാം നടന്ന സ്ഥലം പുണ്യഭൂമി ഈ ഭൂമിയാണ്. എന്റെ ഗുരുമഹാരാജ് ഹിസ് ഓണേഴ്സ് മഹാവിഷ്ണു ഗോസ്വാമി ഗുരുമഹാരാജ് 2002
ഫെബ്രുവരി മാസം 21-ാം തീയതി ഇതിന്റെ തൊട്ട് പുറകെയാണ് ഞങ്ങളൊരു 41 പേർക്ക് ദീക്ഷ നൽകിയത്. അതുകൊണ്ട് ഈ പാറശാല എന്ന് പറയുന്നത് എനിക്കൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോ കേരളത്തിലെ ആദ്യത്തെ രഥയാത്ര നടന്ന സ്ഥലം പാറശാലയാണ്. തിരുവനന്തപുരം എന്ന് പറയുമ്പോഴും ഫലത്തിൽ അത് പാറശാലയിലാണ് ആദ്യത്തെ രഥയാത്ര നടന്നത്. യഥാർത്ഥത്തിൽ 2006 മുതലാണ് കേരളത്തിലെ ആദ്യത്തെ ശ്രീ ജഗന്നാഥ രഥോത്സവം നടന്നിട്ടുള്ളത്. അങ്ങനെ നടന്നിട്ടുള്ള 2006 മുതൽ എന്ന് നമ്മൾ അഡ്വർടൈസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ 2005 തന്നെ നമ്മളൊരു ചെറിയൊരു രഥയാത്ര ജഗന്നാഥ രഥോത്സവം നമ്മളിവിടെ സംഘടിപ്പിച്ചിരുന്നു. അത് വലിയ അഡ്വർടൈസ്മെന്റ് ഒന്നും ഇല്ലാതെ നടന്നിരുന്നു. ചെറിയൊരു രഥയാത്ര ആദ്യമായി നടന്നത് 2005-ലാണ്. അത് കേരളത്തിൽ ആദ്യമായി നടന്നത് ഈ പുണ്യഭൂമിയായ പാറശാലയിലാണ്. അപ്പോൾ പാറശാല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. തിരുവട്ടാർ ആദികേശവ പെരുമാൾ ടെമ്പിൾ ശ്രീ ചൈതന്യ മഹാപ്രഭു വന്നിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ സ്വയം ശ്രീ ചൈതന്യ മഹാപ്രഭു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ സഞ്ചരിച്ചപ്പോൾ ആദികേശവ പെരുമാളിൽ നിന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര സ്വാഭാവികമായിട്ടും പാറശാല കണക്ട് ചെയ്താണ് പോകേണ്ടത്, അല്ലെ? അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ പാദസ്പർശനം പതിഞ്ഞ മണ്ണാണ് പാറശാല. തീർച്ചയായിട്ടും നമ്മുടെ മാതാജി അന്ന് നമ്മുടെ ആദി കേശവദാസ് പ്രഭു നിത്യ കേശവദാസ് പ്രഭു അദ്ദേഹത്തിന്റെ ഗുഡ് വൈഫ് മാതാജിയും കൂടെ വളരെ ആത്മാർത്ഥമായി ഈ ഹരിനാമം ഈ ഇന്ത്യയിൽ ഈ കേരളത്തിൽ ഈ ഭാരതത്തിൽ കേരളത്തിൽ തിരുവനന്തപുരത്തിൽ ഈ പാറശാലയിലുള്ള മണ്ണിൽ ജനിച്ച ആൾക്കാർക്ക് കിട്ടണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചതിന്റെ ഭാഗമായി അവരുടെ സ്വന്തം സ്ഥലമായ ഈ സ്ഥലം പൂർണ്ണമായും കൃഷ്ണസേവനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു വലിയ മനസ്സിന്റെ ഭാഗമായിട്ടാണ് നമുക്കിവിടെ വന്ന് സേവനം ചെയ്യാനും കൃഷ്ണനെ കുറിച്ച് കേൾക്കാനും മനുഷ്യജീവിതത്തിന്റെ പരിപൂർണതയിലെത്താനുള്ള ബാലപാഠം പഠിക്കാനും നമുക്ക് ഓരോരുത്തർക്ക് അവസരം കിട്ടിയത് അവരുടെ വലിയ മനസ്സുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഈ പുണ്യഭൂമിയിൽ വന്നു ചേർന്ന നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. എത്രയോ ആൾക്കാർ ഈ ചുറ്റുവട്ടം ഉണ്ടെങ്കിലും എല്ലാവർക്കും ഇവിടെ വരാനും ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. കുറച്ചു പേർക്കേ കിട്ടിയിട്ടുള്ളൂ. അത് ഭഗവാൻ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടുമെന്ന് ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കിട്ടുന്ന ഈ സൗഭാഗ്യം ചെറുതൊന്നുമല്ല, ദയവായി അത് മനസ്സിലാക്കി. അപ്പൊ ഇന്നത്തെ ശ്ലോകമായിട്ട് കണക്ട് ചെയ്ത് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ശ്ലോകം ഇതാണ്. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം 18-ാം ശ്ലോകം. കർമ്മണി കർമ്മയാ പശ്യേത് കർമ്മണി ച കർമ്മയഃ സാ ബുദ്ധിമാൻ മനുഷ്യേഷു സാ യുക്ത കൃഷ്ണ കർമ്മകൃത്. ഈ ശ്ലോകത്തിൽ ബുദ്ധിമാന്മാരെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ബുദ്ധിമാൻ, എന്താണ് ചെയ്യേണ്ടത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നതാണ് ഇന്നത്തെ ശ്ലോകം. ആ മാതാജിയെ അത് എങ്ങനെ സൈലന്റ് ആക്കുമെന്ന് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുക. ഇനിയും അത് ശബ്ദിക്കും. ഒന്ന് അത് സൈലന്റ് ആക്കും. ആരെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവനത്രേ മനുഷ്യരിൽ ബുദ്ധിമാൻ. എല്ലാത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും അതീന്ദ്രിയ സ്ഥിതിയിലാണ് അയാൾ. അപ്പൊ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നത്രേ മനുഷ്യരിൽ ബുദ്ധിമാൻ. എല്ലാത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും അതീന്ദ്രിയ അവസ്ഥയിലാണ്. എന്താണ് ഇതിന്? നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോ ഭക്തന്മാരും 3 നേരം ആഹാരം കഴിക്കുന്നുണ്ടല്ലേ, ഉറങ്ങുന്നുണ്ടല്ലേ, കുടുംബമായിട്ട് കഴിയുന്നുണ്ടല്ലേ, ജോലിക്ക് പോകുന്നുണ്ടല്ലേ. അപ്പൊ എന്താണ് ഭക്തന്മാരും അഭക്തന്മാരും തമ്മിലുള്ള വ്യത്യാസം? അവരും ഇതെല്ലാം തന്നെയാണ് ചെയ്യുന്നത്, നമ്മളും ഇതെല്ലാം. തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. യുദ്ധം നടന്നത് കുരുക്ഷേത്ര യുദ്ധകളത്തിൽ അർജുനനും യുദ്ധം ചെയ്തു, ദുര്യോധനനും യുദ്ധം ചെയ്തു, അല്ലെ? പക്ഷെ യുദ്ധത്തിന്റെ മാനസികാവസ്ഥ, യുദ്ധം ചെയ്യുമ്പോഴുള്ള മാനസികാവസ്ഥയിൽ വ്യത്യാസമുണ്ട്. ദുര്യോധനൻ യുദ്ധം ചെയ്തത് സ്വന്തം ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്താനാണ്. അർജുനൻ യുദ്ധം ചെയ്തത് കൃഷ്ണൻ പറഞ്ഞത് കൊണ്ട് മാത്രം, കൃഷ്ണനെ സംതൃപ്തിപ്പെടുത്താൻ. അപ്പോൾ യുദ്ധം വെളിയിൽ നിന്ന് നോക്കുമ്പോൾ രണ്ടുപേരും യുദ്ധം തന്നെയാണ് ചെയ്തത്. പക്ഷേ മാനസികാവസ്ഥയിൽ അതിന്റെ ഉദ്ദേശത്തിൽ വ്യത്യാസമുണ്ട്. എന്നതുപോലെ ഭക്തന്മാര് മറ്റുള്ളവരെ പോലെ ദൈനംദിന ജീവിതത്തിന്റെ ടൈം ടേബിളിൽ കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ രാവിലെ കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, 3 നേരം ആഹാരം കഴിക്കുന്നു, ഉറങ്ങുന്നു, കുടുംബത്തോടെ കഴിയുന്നു എന്നൊക്കെ തോന്നുമ്പോഴും മാനസികാവസ്ഥയിൽ വ്യത്യാസം. എന്താണ് മാനസികാവസ്ഥയിൽ വ്യത്യാസം? ഇവിടെ
ഭക്തൻ ഭഗവാന് നിവേദിച്ച ആഹാരമാണ് കഴിക്കുന്നത്, അല്ലേ? സാധാരണ കർമ്മികൾ സ്വന്തം ഇഷ്ടത്തിന് ആണ് ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നത്. ഭഗവാൻ അവിടെ സമർപ്പണം ചെയ്യുന്നില്ല. ആ ഒരു വ്യത്യാസം വലിയ വ്യത്യാസമാണ്. ഒന്ന് ഭഗവാന് സമർപ്പണം ചെയ്ത് കഴിക്കുന്നു, ഒന്ന് ഭഗവാന് സമർപ്പണം ചെയ്യാതെ കഴിക്കുന്നു. ഈ വ്യത്യാസം വലിയ വ്യത്യാസമാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, വീട്ടിലുണ്ടാക്കിയാൽ പായസം, വീട്ടിലുണ്ടാക്കിയാൽ അതിന്റെ പേര്, ക്ഷേത്രത്തിൽ ഉണ്ടാക്കിയാൽ അതിന്റെ പേര് എന്താണ് കാരണം? രണ്ടും പായസം എന്ന് പറഞ്ഞാൽ പോരെ? ഒന്ന് ഭഗവാന് നിവേദിച്ചത്, ഒന്ന് ഭഗവാൻ നിവേദിക്കാത്തത്, അല്ലേ? അപ്പൊ നിവേദിച്ചതിന്റെ പേര് പ്രസാദം എന്നാണ്, നിവേദിക്കാത്തതിന്റെ പേര് പായസം എന്ന് തന്നെയാണ്. എന്താണ് വ്യത്യാസം? കഴിക്കുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണ്? കഴിക്കുമ്പോൾ ഒന്ന് നമ്മുടെ കർമ്മഫലം കൂട്ടും, ഒന്ന് കർമ്മഫലം കുറയ്ക്കും. ഇതാണ് അതിന്റെ വ്യത്യാസം. രണ്ടും കഴിക്കുന്നത് തന്നെയാണ് പണി, പക്ഷെ അതിന്റെ എഫക്റ്റ്, ആഫ്റ്റർ എഫക്ട്സ് രണ്ടിന് രണ്ടാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഒന്ന് നമ്മുടെ കർമ്മഫലം കൂട്ടും, ഒന്ന് നമ്മുടെ കർമ്മഫലം കുറയ്ക്കും. രണ്ടും ഈറ്റിങ്ങും തന്നെയാണ് പ്രോസസ്. വ്യത്യാസം അവിടെയാണ്. ഈ ഒരു വ്യത്യാസം ഭക്തന്റെ എല്ലാ പ്രവർത്തനത്തിലും ഉണ്ട്. കർമ്മഫലം കൂട്ടുമ്പോൾ, കർമ്മികളെല്ലാം കർമ്മഫലങ്ങൾ ചെയ്ത് അവരുടെ ഭണ്ഡാരങ്ങൾ കൂട്ടുമ്പോൾ, പാപങ്ങൾ കൂട്ടുമ്പോൾ, ഭക്തൻ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ കാർമിക് റിയാക്ഷൻ കൂടി ഇനി അനുഭവിക്കേണ്ടാത്ത രീതിയിൽ അത് കുറച്ചുകൊണ്ടേ വരുന്നു. ഓരോ ദിവസവും, ഓരോ സെക്കൻഡും, ഓരോ സമയവും, ഓരോ സെക്കൻഡും അദ്ദേഹം പൂർവ്വജന്മ കർമ്മത്തിൽ നിന്നും വിമുക്തനായിക്കൊണ്ടിരിക്കുന്നു, കർമ്മഫലം അനുഭവിക്കാതെ. അവനവൻ ചെയ്ത കർമ്മത്തിൻ ഫലം അവനവൻ അനുഭവിച്ചിടുന്നേ വരൂ. അവനവൻ ചെയ്തിടുന്ന കർമ്മത്തിൻ ഫലം അവനവൻ അനുഭവിച്ചിടുന്നേ വരൂ. നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ? എന്നാൽ അവനവൻ അനുഭവിച്ച കർമ്മത്തിൻ ഫലം അവനവൻ അനുഭവിക്കാതെ അതിൽ നിന്നും ഞാൻ നിന്നെ രക്ഷപ്പെടുത്താമെന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ പറയും. ഏതാണ് ശ്ലോകം? മാ ശുചഹ, നീ അതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട. അഹം തോ സർവപാപയോ, ഞാൻ നിന്റെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്തോളാം, നീ അതിന്റെ ഫലം അനുഭവിക്കേണ്ട, ആ ഫലം ഞാൻ ഏറ്റെടുത്തോളാം. മാ ശുചഹ, നീ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, ഭയപ്പെടേണ്ട, അല്ലേ? ഏറ്റവും അവസാനത്തെ സർവധർമാൻ പരിത്യജ മാമേകം ശരണം പ്രജ അഹം തോ സർവപാപയോ മോക്ഷയിച്ചാണ് മാറ്റി. നീ എല്ലാ ധർമ്മങ്ങളും നീ വിട്ടാലും കുഴപ്പമില്ല, നീ എന്റെ ധർമ്മത്തിൽ വരിക, ഞാൻ നിന്റെ എല്ലാ പ്രതികരണങ്ങളിൽ നിന്നും നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി തരാം, ഭയപ്പെടേണ്ട. നമുക്ക് ഒരു ഭയവും ഇല്ല. കാരണം എന്ത്? നമുക്ക് നീ എന്താണ് വരാൻ പോകുന്നതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. അതാണ് ഭയമില്ലാത്തത്. നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലം എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊടിയ പ്രശ്നങ്ങൾ നമ്മളെ വെയിറ്റിംഗ് ആണ്. നമ്മളെ കർമ്മഫലം നമ്മളെ ഉപദ്രവിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇന്ന് നമുക്ക് അത് അറിഞ്ഞൂടാത്തത് കൊണ്ട് നമുക്ക് ഭയമൊന്നും ഇല്ലാത്തതുപോലെ നിൽക്കുന്നു. എന്നാൽ ഭയാനകമായ കർമ്മങ്ങൾ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നു. അതിന്റെ പാപം നമ്മൾ അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ഭയം വരും. എന്നാൽ ആരാണോ കൃഷ്ണനെ സമർപ്പണം ചെയ്യുന്നത് അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് പൂർവ്വജന്മ കർമ്മഫലം അനുഭവിക്കേണ്ട കാര്യം പോലുമില്ല. ഞാൻ നിന്നെ മുക്തനാക്കി തരാം എന്ന് കൃഷ്ണൻ പറയുന്നു. ഇവിടെയാണ് ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർക്ക് അഭയം, എന്താ ഭയമില്ലായ്മ ഉണ്ടാവുന്നത്, ശാന്തരാകുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ടെൻഷൻ വരും, സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ ഭഗവാനെ സമർപ്പണം ചെയ്യുന്നവർക്ക് ടെൻഷൻ ഇല്ലാതിരിക്കുന്നു എന്ന് പറയാൻ കാരണം ഈ ശ്ലോകമാണ്. കൃഷ്ണൻ പറയുന്നുണ്ട്, നീ എന്നെ ഡിപ്പെൻഡ് ചെയ്താൽ നീ ഭയപ്പെടേണ്ട, നിനക്ക് വരാൻ പോകുന്ന വിപത്തുകളിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിച്ചുകൊള്ളാം, പൂർവ്വജന്മ കർമ്മ ഫലത്തിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിച്ചുകൊള്ളാം. നീ എന്ത് ചെയ്യുക? ഭഗവത് ധർമ്മം മാത്രം ആചരിക്കുക. ഈ ഒരു ആചാരം നമ്മൾ ചെയ്യുമ്പോൾ ആഹാരം കഴിക്കാതിരിക്കണമെന്ന് പറയുന്നില്ല, ജോലിക്ക് പോവാണ്ട എന്ന് ഭഗവാൻ പറയുന്നില്ല, കുടുംബത്തോടെ ജീവിക്കണ്ട എന്ന് ഭഗവാൻ പറയുന്നില്ല. ഭഗവാൻ ആകെ പറയുന്നത് നീ എന്റെ ഫോക്കസ് ആരിലായിരിക്കണം? എന്നിലായിരിക്കണം എന്നാണ് പറയുന്നത്. പണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ വീടിന് ഒരു പൂജാമുറി ഉണ്ടായിരുന്നു. അത് വീട്ടിന്റെ സെൻട്രൽ ഭാഗത്തുമായിരുന്നു പണ്ട് വീട് വയ്ക്കുമ്പോൾ. ഇന്ന് നമ്മൾ ഫ്ലാറ്റ് മേടിക്കാൻ പോകുമ്പോൾ 2 BHK 3 BHK എന്ന് പറയുന്നതല്ലാതെ BHKയുടെ ഫുൾ ഫോം എന്താ? BHK എന്താണ് അത് ഫുൾ ഫോം? ബെഡ്റൂം ഹാൾ കിച്ചൺ, ബെഡ്റൂം ഹാൾ കിച്ചൺ, ബെഡ്റൂം ഹാൾ കിച്ചൺ തീർന്നു.
പൂജാമുറിക്ക് സാധനമില്ല. BHK നമ്മളിൽ നിന്ന് എന്ത് അപ്രത്യക്ഷമായി? പൂജാറും അവിടെ ഇല്ല. അതിനെക്കുറിച്ച് ചർച്ച പോലും ഇല്ല. പൂജാറും ഇല്ല. പൂജാറും വേണമെന്നുള്ള ചർച്ച പോലും വാങ്ങിക്കുന്നവർക്കുമില്ല, വിൽക്കുന്നവർക്കുമില്ല. വളരെ വിഷമമുള്ള ഒരു യാഥാർത്ഥ്യം. ഇനി കുറെ കഴിയുമ്പോ PHA കാണത്തുള്ളൂ, K കാണൂലെന്നാ പറഞ്ഞു. എന്താണ് കാരണം? എന്താ? ഓൺലൈനിൽ വന്നോളും 3 നേരം. BH മതി, K ആവശ്യമില്ല എന്നാ പറയാം. BH, K വേണ്ട. കിച്ചൺ വേണ്ട. കിച്ചൺ ഇല്ലാത്ത കാലം വരാൻ പോകുന്നു എന്നാ പറയുന്നത്. ഇനി ആരും വീട്ടില് ആഹാരം ഉണ്ടാക്കില്ല. സൊമാറ്റോ അല്ലെ, വേറെന്താ? സ്വിഗ്ഗി, വേറെ ഈറ്റ്സ്, യൂബർ ഈറ്റ്സ്, അതെല്ലാം മൊബൈലിൽ ഒരു 4 അടി അടിച്ച് പൈസ ഒരു 30 രൂപ കൂടുതൽ കൊടുത്താൽ റെഡിമെയ്ഡ് സാധനം വരും. പക്ഷെ അതെന്താണ്? കർമ്മഫലമാണ് നമ്മളത് തിന്നാൻ പോണത്. അത് കൃഷ്ണന് സമർപ്പണം ചെയ്താൽ അതെന്താണ്? പൂർവജന്മ കർമ്മത്തിന്റെ ഫലം പോലും അനുഭവിക്കേണ്ടാത്ത സാധനമാണ് പ്രസാദം. ഈ ഒരു വ്യത്യാസം മാറ്റാൻ പറ്റൂല. നമുക്ക് സാധനം വാങ്ങിച്ച് കഴിക്കാം, പക്ഷെ ആ പാചകം ചെയ്ത ആളിന്റെ പാപവും അത് ഉണ്ടാക്കാൻ വേണ്ടി പുറകെ നിന്നത് ആൾക്കാരുടെ എല്ലാ പാപങ്ങളും കൂടെ ആഹാരത്തിലുണ്ട്. അതേ നമുക്ക് കഴിക്കാൻ പറ്റും. എന്നാൽ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത പാപം പോലും അലിയിച്ച് കളയുന്ന ഭഗവാൻ സമർപ്പിച്ച പ്രസാദത്തിന്റെ തുല്യം ഒരിക്കലും എന്താ വരില്ല? അത് വരില്ല. വീട്ടില് BHK ഉണ്ട്, ബെഡ്റൂം ഉണ്ട്, ഹാളുണ്ട്, കിച്ചണുമുണ്ട്. പക്ഷെ എവിടെ എന്തില്ലാതെ പോയി? ആൾത്താർ ഇല്ലാതായി പോയി. കൃഷ്ണന് വേണ്ടിയുള്ള ഒരു പീഠമില്ലാതായി പോയി. ഭഗവാനെ പ്രസാദം ഉണ്ടാക്കി നമ്മൾ കൊണ്ട് വയ്ക്കാൻ വേണ്ടി ഒരു സ്ഥലമില്ലാതായി പോയി. അതേപോലെ കിച്ചനും കൂടെ ഇല്ലാതായാൽ പാപകർമ്മങ്ങളുടെ ആധിക്യം നമ്മൾ കൂടും. അപ്പൊ ചോദിക്കാം, ആഹാരം കഴിക്കണ്ടേ? കഴിക്കണം. കൃഷ്ണൻ പറയുന്നത് എന്താ? നീ എന്ത് ഭുജിക്കുന്നുവോ അത് എനിക്ക് സമർപ്പണം ചെയ്ത് നീ കഴിച്ചോ. അപ്പൊ അതിന്റെ പാപം ആരേറ്റെടുത്തോളും? അതുവരെ ഉള്ള ആ പ്രസാദം നമ്മുടെ കണ്ണൂരിൽ വരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരുടെയും കർമ്മം അതിനകത്തുണ്ട്. അത് നമ്മൾ കഴിക്കുമ്പോൾ അതിനെ നമ്മൾ തിരിച്ചു കൊടുക്കണം. ഫ്രീ അന്നദാനം ഒന്നും ഈ ലോകത്തില്ല. ഫ്രീ ആയിട്ട് അവര് കർമ്മമാണ് നമുക്ക് തരുന്നത്, കേട്ടോ. പ്രസാദം തന്നാൽ മാത്രമേ ആ കർമ്മം നമുക്ക് അനുഭവിക്കേണ്ടതായിരിക്കും. ആരെങ്കിലും ഫ്രീ അന്നദാനം തന്നാൽ അവരുടെ കർമ്മം നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഒന്നും ഫ്രീ ലോകത്തില്ല, എല്ലാം എഫോർട്ട് ഇട്ടേ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ ക്ഷേത്രത്തിൽ പോകാറുണ്ട് അല്ലെ. ക്ഷേത്രത്തിൽ പോകുമ്പോൾ പോറ്റിയെ നമ്മൾ എങ്ങനെ തൊഴും? ഇങ്ങനെ തൊഴുതിട്ട് ഒരു ദക്ഷിണ കൊടുക്കും. എന്നിട്ട് നമ്മൾ പറയും, പേരും നാളും പറയും. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എന്താണ് അതിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് വേണ്ടി പോറ്റി ഭഗവാനോട് റെക്കമെൻഡ് ചെയ്യണം. അതല്ലേ ഉദ്ദേശം? അതാണല്ലോ ഉദ്ദേശം. അതിന്റെ കൈക്കൂലിയാണ് ദക്ഷിണ, അല്ലാതെ സ്നേഹത്തോടെ കൊടുത്തതൊന്നും അല്ല. പ്യുവർലി നമ്മുടെ ഒരു ആവശ്യം ഭഗവാന്റെ അടുത്ത് ആര് പറയണം? പോറ്റി പറയണം. അതിന്റെ കൈക്കൂലി നമ്മൾ കൊടുക്കും. നല്ല സമയം വേറെ വല്ലതാണെങ്കിൽ വലിയ എമൗണ്ട് മേടിക്കും. ഇതാകുമ്പോ ചെറിയ കോയിൻ തൊട്ട് മുതൽ എന്ത് കൊടുത്താലും മേടിച്ചോളും. എന്നാലും നമ്മുടെ ഉദ്ദേശം അദ്ദേഹം നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നാണ്? ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ശരിയല്ലേ? ശരിയാണോ? ശരി. നമുക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കും, നമുക്ക് അതിന്റെ ഫലം കിട്ടും. നല്ല പരിപാടി അല്ലേ? നമ്മൾ ഇസ്കോണിൽ വരുമ്പോൾ, നമ്മൾ മാല വെച്ച് ജപിക്കുമ്പോൾ, ആൾക്കാർ കാണുമ്പോൾ നമ്മളെ ആൾക്കാര് അഭിസംബോധന ചെയ്യും. സ്വാമി എന്നൊക്കെ അഭിസംബോധന ചെയ്യും. അവർ നമ്മൾ സന്യാസി എന്നൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറയും, സ്വാമി എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമേ എന്ന് പറയും. പറയില്ലേ? നിങ്ങളടുത്ത് നാമം ജപിക്കുമ്പോൾ നിങ്ങളടുത്ത് പറയാം, എനിക്കും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയാറില്ലേ? ഉണ്ടോ? പലരും പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ നാമം ജപിക്കുമ്പോൾ എന്തോ കുറെ കറങ്ങി നിന്നിട്ട് എനിക്കും കൂടെ ചേർത്ത് ദയവായി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് നമ്മളടുത്ത് പറയും. നമ്മൾ ഇപ്പൊ അതും ഇല്ല അല്ലെ? അതും ആൾക്കാർ വേണ്ടത്. പൊതുവെ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊരു ലൈൻ പറയും. നമ്മൾ പറയും നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മാല കൊടുത്താ അവര് സ്വീകരിക്കോ? അവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? അവർക്ക് വേണ്ടി അവര് നാമം ജപിച്ച അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണല്ലോ. പക്ഷെ അവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? അപ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവര് പോലും തയ്യാറാവാത്ത ഈ ലോകത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റൊരാളെ അവർ ചുമതലപ്പെടുത്താൻ തയ്യാറാവുന്നത് എന്തുമാത്രം വലിയ സ്വാർത്ഥതയാണല്ലേ? അവരവർക്ക് വേണ്ടി ജപിക്കാൻ സമയമില്ലാത്ത ആൾക്കാര്
മറ്റുള്ളവർക്ക് വേണ്ടി എനിക്കും കൂടെ ചേർത്ത് നിങ്ങൾ പ്രവർത്തിച്ചെന്ന് പറയുമ്പോ അതൊരു ചൂഷണമല്ലേ? അതൊരു ചൂഷണമാണോ? ചൂഷണമല്ലേ? ചൂഷണമാണ്. മറ്റുള്ളവർ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരുടെ മൈൻഡ് സെറ്റ്. ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് അങ്ങനെ അവർ പറയും? നമ്മള് പുത്രൻ, കല്യാണം കഴിച്ച് പുത്രനുള്ളവരൊന്ന് കൈപ്പറ്റിക്കുക. പുത്രന്റെ പ്രത്യേകത എന്താ? പുത്രന്റെ പ്രത്യേകത, പുത്രന്റെ സംസ്കൃതത്തിൽ പറയുന്നുണ്ട്, പുൽ നരകത്തിൽ നിന്നും രക്ഷിക്കുന്നവൻ ആരോ അവൻ പുത്രൻ. ത്രാണനം ചെയ്യുന്നത്. പുൽ നരകത്തിൽ നിന്ന് അച്ഛനെ ഉയർത്തിക്കൊണ്ടുവരുന്നവനാണ് പുത്രൻ. ആ നരകത്തില് പുത്രൻ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് അദ്ദേഹത്തിന് എന്ത് അനുഭവിക്കേണ്ട? ആ പാപം അനുഭവിക്കേണ്ട, അതിൽ നിന്ന് പൊങ്ങി വരും. പുൽ നരകത്തിൽ നിന്ന് പൊങ്ങിക്കൊണ്ടുവരും. കേൾക്കുന്നുണ്ടോ? അപ്പൊ നമുക്കൊരു പുത്രനുണ്ട്. പുത്രൻ കുറച്ച് ഭക്തിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അച്ഛൻ വളരെ ഹാപ്പി ആണോ? ആണ്. പൊതുവെ അങ്ങനെയാണ്. ഇപ്പോ പുത്രനുണ്ട്, എനിക്ക് കർമ്മം ചെയ്തോളും, അതുകൊണ്ട് ഞാൻ നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണോ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? പുൽനരകത്തിൽ നിന്ന് മാത്രമേ പുത്രൻ രക്ഷിക്കാൻ പറ്റൂ. 28 നരകത്തിൽ ഒന്നേ ആവണുള്ളൂ പുൽനരകം. ബാക്കി 27 എണ്ണത്തിൽ നിന്ന് ആര് രക്ഷിക്കും? ആര് രക്ഷിക്കൂല. അപ്പൊ എന്താ നിയമമാണ് ആപ്ലിക്കബിൾ? അവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവൻ അനുഭവിച്ചിരുന്നേ വരൂ. നമുക്ക് വേണ്ടി പോറ്റി ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കും. എല്ലാ പ്രാവശ്യവും പ്രാർത്ഥിക്കോ? പോറ്റിക്ക് സ്വന്തം പ്രാർത്ഥന ചെയ്യാൻ സമയമില്ല. അല്ലെ, സ്വന്തം പ്രാർത്ഥന ഈ പറഞ്ഞ ആൾക്ക് സമയമില്ലല്ലോ. അപ്പൊ പോറ്റിക്ക് മാത്രം എത്രമാത്രം സമയമുള്ളതെന്നാണ്. അപ്പൊ പോറ്റിക്കും എപ്പോഴും ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റൂല. ശരിയല്ലേ? പുൽനരകത്തിൽ നിന്ന് മാത്രമേ പുത്രനെ നമ്മളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. പലർക്കും പുത്രിയായിരിക്കും, അല്ലെ? പുത്രൻ കാണത്തില്ല. എനിക്ക് പുത്രിയാണ്, പുത്രനില്ല. അപ്പോ നമുക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും? ഞാനൊരു പുസ്തകം വായിച്ചു. പുസ്തകത്തിന്റെ പേര് റോബിൻ ശർമ്മയുടെ പുസ്തകം, ഹൂ വിൽ ക്രൈ വെൻ വി വിൽ ഡൈ. കേൾക്കുന്നുണ്ടോ? ആര് കരയും നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്നാണ് അതിന്റെ അർത്ഥം. ആര് കരയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മരിക്കുമ്പോൾ? ഹൂ വിൽ ക്രൈ വെൻ യു വിൽ ഡൈ. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആര് കരയും? ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ കുറെ നല്ലത് ചെയ്ത ആൾക്കാർ മാത്രമേ കരയത്തുള്ളൂ, അല്ലേ? നമ്മൾ ദ്രോഹം ചെയ്ത ആൾക്കാർ മരണം ചടങ്ങിനൊക്കെ വരും. ഉള്ളിലെന്ന് പറയും ചത്ത് നന്നായി, അങ്ങനെ തന്നെ വേണമെന്ന് പറയും, അല്ലെ? എന്നാൽ കുറെ ആൾക്കാർ ആത്മാർത്ഥമായി കരയും. അവരെയൊക്കെ നമ്മളിൽ നിന്ന് എന്ത് മേടിച്ചിട്ടുണ്ട്? കുറെ ജീവിച്ചിരിക്കുമ്പോൾ കുറെ ഗുണങ്ങൾ മേടിച്ചിട്ടുള്ളവരാണ്. അവർ കരയുന്നത് നമ്മൾ മരിച്ചിട്ടല്ല, ആ ഗുണം ഇനി കിട്ടാതെ പോയല്ലോ വെച്ചിട്ടാ. ആ ഗുണം ഇനി ഇയാളിൽ നിന്നും കിട്ടാതെ പോയല്ലോ എന്നാണ് വിഷമം. അല്ലാതെ നമുക്ക് വേണ്ടി കരയണമല്ല, അത് അവരവർക്ക് വേണ്ടി കാര്യം. അയ്യോ, ഇയാളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു, ഇനി കിട്ടാതെ പോയി. ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ഭാര്യ വിഷമിച്ച് കരയുമ്പോൾ പറയുന്ന വാക്കെന്താണ്? പറയും, മരിച്ചു പോയേ എന്നാണോ പറയുന്നത്? അല്ല, ഇനി എനിക്കാരും ഇല്ലേ, ആണ് പ്രശ്നം. ഈ മരിച്ച ആള് ഇത്രയും കാലം എനിക്ക് മാസാമാസം വരുമാനം കൊണ്ടു തരുമായിരുന്നു, ഇനി അങ്ങനെ തരാൻ ആരുമില്ലേ. അപ്പൊ അതിൽ വിഷമം മരിച്ച ആളിനെ കുറിച്ചാണോ യഥാർത്ഥ വിഷമം? അതോ സ്വന്തം കഷ്ടകാലം ഇനി വരാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചാണോ വിഷമിക്കുന്നത്? ഏതിനാണ്? എനിക്കിന്ന് ആരുമില്ലേ, അതാണ് പ്രശ്നം. മരിച്ച ആള് ഭാഗവതം മുഴിപ്പിക്കാതെ മരിച്ചല്ലോ, അയ്യോ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ചാപ്റ്റർ വായിച്ചു തീർക്കാനുണ്ടായിരുന്നു, അതിനുമുമ്പ് മരിച്ചു പോയല്ലോ എന്നുള്ള വിഷമമാണോ? ചൈതന്യ ചരിതാമൃതം തൊട്ടില്ല, ഭാഗവതം മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ, അയ്യോ മരിച്ചു പോയല്ലോ, അദ്ദേഹത്തിന് ചൈതന്യ ചരിതാമൃതം കൂടെ വായിക്കാൻ പറ്റാതെ പോയല്ലോ എന്നുള്ള വിഷമമാണോ? അങ്ങനെയാണോ? അങ്ങനല്ല. അവർ ഓപ്പൺ ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പറയുകയാണ്, എന്താ? എനിക്കിനി ആരുമില്ലേ, ഈ പോയാൽ എവിടെയാ പോട്ടെ, ഞാനിനി എങ്ങനെ ജീവിക്കും? അപ്പൊ ഹൂ വിൽ ക്രൈ വെൻ വി വിൽ ഡൈ. ഈ മരിച്ചു കിടക്കുന്ന സമയത്ത് കരയുന്ന ഭാര്യ പോലും അയാൾക്ക് വേണ്ടിയാണോ കരയുന്നത്? അവരവർക്ക് വേണ്ടി മാത്രമാണ് കരയുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എല്ലാം നമ്മളൊന്ന് തിരിഞ്ഞ് നമ്മളെ തന്നെ അനലൈസ് ചെയ്യുമ്പോ നമ്മൾ ലോകത്ത് ആർക്കും വേണ്ടിയും ഒന്നും ചെയ്യാറില്ല. മക്കളെ അച്ഛനമ്മ വളർത്തുമ്പോ പറഞ്ഞു വളർത്തും. എന്താണ് വളർത്തുന്നത്? പറയൂ. നാളെ ഒരിക്കൽ നീയാണ് എന്നെ നോക്കേണ്ടത്. പെൺമക്കളെ വളർത്തുമ്പോ മകനോട് അമ്മ പറയും, അവള് കെട്ടിപ്പോവും, നീയാണടേ എന്നെ നോക്കേണ്ടത്. ശരിയല്ലേ? അങ്ങനല്ലേ പറയണേ? അങ്ങനാണോ? ആണോ? ആണ്. പക്ഷേ സ്വത്ത് ഡിവൈഡ് ചെയ്യുമ്പോ അമ്മ ആർക്കേ കൊടുക്കാൻ സമ്മതിക്കത്തുള്ളൂ? മകന് കൊടുക്കാൻ സമ്മതിക്കൂല.
അത് മകൾക്ക് തന്നെ കൊടുക്കും. അല്ലേ അല്ലേ? എന്താണ് കാരണം? അമ്മയ്ക്കറിയാം നാളെ വയ്യാതെ കിടന്നാൽ മകൻ തൂക്കിയെടുത്ത് ബാത്റൂമിൽ നിന്ന് കൊണ്ടുപോകില്ല. ആരെ തൂക്കാൻ പറ്റത്തുള്ളൂ? പെൺകുട്ടികൾക്കേ പറ്റൂ. അപ്പോ മകന്റെ ഭാര്യ വന്ന് തൂക്കുന്നതിനേക്കാളും ചാൻസ് കൂടുതൽ മകളാണ്. അതുകൊണ്ട് പറയുമ്പോ എടാ നീയാണ് എന്നെ നോക്കേണ്ടതെന്ന് പറയുമ്പോ ബാധ്യതയില്ല ആരുടെ തലയിലാണ്? മകന്റെ തലയിലാണ്. പക്ഷെ സ്വത്തിനൂടെ വരുമ്പോ അത് നേരെ ആർക്കേ പോകുള്ളൂ? അത് അച്ഛൻ പറഞ്ഞ അമ്മ കേൾക്കൂല. അതുകൊണ്ട് അമ്മയാണ് ഊണ് തരുന്നതുകൊണ്ട് അതുവരെ സ്ട്രിക്റ്റ് ആയിരുന്ന അച്ഛൻ അമ്മ പറയുമ്പോഴേ കേൾക്കും. നേരെ അത് ആർക്ക് പോകും? മകൾക്കേ പോകും. അല്ലെ? ഇതാണല്ലോ. അവിടെയും അമ്മ നോക്കുന്നത് ആരാണ്? അച്ഛൻ നാളെ ഇല്ലാതായാൽ എന്നെ നോക്കാൻ ആര് വേണം? മരുമോള് വന്ന് തൂക്കൂല, മകളെ തൂക്കും. അപ്പൊ മകള് തൂക്കുമ്പോ മകൾക്കൊന്നും കൊടുക്കാതെ അവിടെ തൂക്കാൻ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് മകൾക്ക് കൊടുക്കാം. മകളോടുള്ള സ്നേഹമാണോ? ആണോ? അവിടെയും സ്വന്തം ഭാവിയെ കുറിച്ചാണ് അമ്മ നോക്കുന്നത്. ശരിയല്ലേ? അതാണ്. അപ്പൊ ഈ ലോകത്ത് ആർക്ക് വേണ്ടി ആരാണ് കരയുന്നത്? പറയൂ. നല്ല രീതിയിൽ സ്വത്ത് തന്ന അച്ഛനും അമ്മയ്ക്ക് വേണ്ടി മകളൊക്കെ നല്ല സ്നേഹത്തോടെ പെരുമാറും. സ്വത്ത് തരാത്ത അച്ഛനമ്മയ്ക്ക് വേണ്ടി മകൾ എന്ത് പറയും? പറയൂ. തിരിച്ചു പറയണമല്ലോ. അങ്ങ് എനിക്ക് ഒന്നും തന്നിട്ടില്ല, ബാധ്യത മാത്രമേ തന്നിട്ടുള്ളൂ. അല്ലേ? അപ്പൊ ഞാൻ മാത്രമല്ല മകൻ, വേറെ മകനുണ്ടല്ലോ. മകൻ നോക്കട്ടെ, മകൾ നോക്കട്ടെ. ഫുട്ബോൾ പോലെ അച്ഛനമ്മമാരെ തട്ടിക്കളയും. അവിടെ അച്ഛനോടുള്ള സ്നേഹമാണോ? അതോ അച്ഛന്റെ സ്വത്തിനോടുള്ള സ്നേഹമാണോ? സ്വത്ത് ഇതുവരെ ഡിവൈഡ് ചെയ്തിട്ടില്ലെങ്കിലോ അച്ഛനമ്മയുടെ കൂടെ അടുത്തൊക്കെ വന്ന് കറങ്ങി നിൽക്കും. എന്താ കാര്യം? അച്ഛനോടുള്ള സ്നേഹമാണോ? അമ്മയോടുള്ള സ്നേഹമാണോ? സ്വത്ത് വീതം വയ്ക്കുമ്പോൾ എനിക്കും കൂടെ കിട്ടണം. അതാണ് അവിടുത്തെ വിഷയം. ചോദ്യം ഇതാണ്, നമ്മൾ ആർക്ക് വേണ്ടിയാണ് കരയുന്നത്? നമ്മൾ നമുക്ക് വേണ്ടിയാണ് കരയുന്നത്, അല്ലെ? പക്ഷെ ഈ നമുക്ക് വേണ്ടി എങ്കിലും നമ്മൾ കരയണം എന്നുള്ളതാണ് സത്യം. അറ്റ്ലീസ്റ്റ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞില്ലെങ്കിലും നമുക്ക് വേണ്ടിയെങ്കിലും കരയണം. ശ്രീമദ് ഭഗവത്ഗീത പഠിച്ചിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കണ്ട, മിനിമം നമുക്ക് വേണ്ടിയെങ്കിലും പ്രവർത്തിക്കണ്ടേ? അറ്റ്ലീസ്റ്റ് നമുക്ക് വേണ്ടിയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? അതുകൊണ്ട് ആ ജോലി ആരെ ഏൽപ്പിക്കരുത്? പൂജാരിയുടെ ഏൽപ്പിക്കരുത്. അറ്റ്ലീസ്റ്റ് നമുക്ക് വേണ്ടി നമ്മളെങ്കിലും പ്രാർത്ഥിക്കണം, നമ്മളെങ്കിലും എടുത്തു വെച്ച് നമുക്ക് വേണ്ടി ജപിക്കണം. വേറെ ആരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നില്ല ഈ ലോകത്ത്. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ? മനസ്സിലായോ? ഒരു കഥ ഞാൻ പറഞ്ഞു, പണ്ട് പറഞ്ഞ കഥയാണ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇന്നത്തെ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു TV പ്രോഗ്രാമിൽ പോയി. കേൾക്കുന്നുണ്ടോ? അപ്പൊ പോയപ്പോ ഹസ്ബൻഡിനെ മാറ്റി നിർത്തി, വൈഫിനെ മാറ്റി നിർത്തി. കുറെ ഹസ്ബൻഡ് വൈഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതില് TV-യിലെ മാത്രമേ വൈഫിനെ കാണാൻ പറ്റൂ. റെക്കോർഡഡ് ഷോ ആണ്. നടന്ന സംഭവം കുറെ കഴിയുമ്പോൾ ഭാര്യയുടെ ഇന്റർവ്യൂ ഭർത്താവിന് ഇന്റർവ്യൂ ഭാര്യയ്ക്കിട്ട് കേൾപ്പിക്കും. അതൊന്ന് ഓഫ് ചെയ്യാൻ പഠിപ്പിക്കൂ. അത് ഓഫ് ചെയ്ത് വെക്കൂ മാഡം, ഓഫ് ചെയ്ത് വെക്കൂ. ഓക്കെ. അപ്പോ ഭർത്താവിനെ മാറ്റി നിർത്തി ഇന്റർവ്യൂ ചെയ്യുന്നു, ഭാര്യയെ മാറ്റി നിർത്തി ഇന്റർവ്യൂ ചെയ്യുന്നു. TV-യിൽ അവസാനം 2 ഇന്റർവ്യൂവും കാണിക്കും. അപ്പോ ഭർത്താവിന് ഇഷ്ടപ്പെട്ട കളർ ഏത്, ഇഷ്ടപ്പെട്ട ആഹാരം ഏത്, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏത്, ഇഷ്ടപ്പെട്ട സ്ഥലം ഏത്, അല്ലെ? ഇതൊക്കെ ചോദിക്കും. അപ്പൊ അത് കറക്റ്റായിട്ട് ഭാര്യ പറഞ്ഞെങ്കിൽ ഭാര്യയ്ക്ക് പോയിന്റ് കൂടുതൽ. അതേപോലെ ഭാര്യയുടെ കറക്റ്റ് കാര്യങ്ങൾ ഭർത്താവ് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഭർത്താവിന് പോയിന്റ് കൂടുതൽ. ശരിയല്ലേ? ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഇടയിൽ, ചർച്ചയുടെ ഇടയിൽ അവതാരിക മാറ്റി നിർത്തി ചോദിച്ചു ഭർത്താവിനോട്, നിങ്ങൾ ഒരു വള്ളത്തിൽ പോകുന്നു എന്ന് സങ്കല്പിക്കും. കേൾക്കുന്നുണ്ടോ? അതിൽ നിങ്ങളുടെ ഭാര്യയുമുണ്ട്, നിങ്ങളുടെ അമ്മയുമുണ്ട്. ആരൊക്കെ ഉണ്ട്? നിങ്ങൾ ഇങ്ങനെ തൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ആ വള്ളം മറന്നു. നിങ്ങൾക്ക് മാത്രം നീന്താൻ അറിയും. ഭാര്യയ്ക്കും അറിഞ്ഞൂടാ, അമ്മയ്ക്കും അറിഞ്ഞു. നിങ്ങൾക്ക് ഒരാളെ മാത്രം നിങ്ങളല്ലാതെ രക്ഷിക്കാനുള്ള അവസരമുണ്ടെന്ന് വെച്ചോളൂ. നിങ്ങൾ ആരെ രക്ഷിക്കും? എങ്ങനെയുണ്ട്? റിയാലിറ്റി ഷോയിൽ മാറ്റി നിർത്തി കഥ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ഭർത്താവ് എന്ത് പറയുമെന്ന് ഈ ഭാര്യ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഷോയുടെ ഉദ്ദേശം എന്താണ്? ഏറ്റവും കൂടുതൽ ഭാര്യ ഭർത്താവില് പരസ്പരം സ്നേഹമുള്ള ആരെന്ന് കണ്ടുപിടിക്കാനുള്ള ഷോകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭാര്യ ഇതിന് എന്ത് പറയാൻ പോകണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ഭർത്താവ് പറയും? ബുദ്ധിയുള്ള ഭർത്താവ് എന്ന് പറയും, ബുദ്ധി ഇല്ലാത്ത ഭർത്താവ് എന്ന് പറയും.
അങ്ങനെ പറ്റില്ല. പറ്റില്ല. ഓക്കെ, ഒരാൾക്ക് രക്ഷിക്കുന്ന അവസരം ഉണ്ട്. അപ്പൊ അത് ആരേന്ന് പറയണം. രണ്ടും കൂടെ അങ്ങനെ പറഞ്ഞാൽ അയാൾ ബുദ്ധിമാനാണ്. രണ്ടുപേര് രക്ഷിക്കൂല, അല്ലെ രണ്ടുപേര് രക്ഷിക്കുന്നു പറഞ്ഞാൽ അയാൾ ബുദ്ധിമാനാണ്. ഇവിടെ ഒന്ന് പറഞ്ഞേ പറ്റൂ. ഇതാണ് അവസ്ഥ. എന്ത് ചെയ്യും? അത് ഭാര്യ കാണുന്നുള്ളത് കൊണ്ടാണ്. സത്യസന്ധമായുള്ള ഒരു ഭർത്താവ് ആയിരുന്നു അയാൾ. അയാൾ എന്ത് പറഞ്ഞെന്നറിയോ? എന്ത് പറഞ്ഞിരിക്കും? പറയും. ബുദ്ധിയുള്ള ഭർത്താക്കന്മാര് ഉറപ്പായിട്ട് പറയും, അമ്മ ഈ സീരിയൽ കാണുന്നില്ല, എന്തായാലും ആര് കാണുന്ന അറിയാം. റിയാലിറ്റി ഷോയ്ക്ക് വന്നത് ഭർത്താവിന്റെ സ്പീച്ച് ആര് കാണുന്നുള്ള ഉറപ്പാണ്. ഭാര്യ കാണുന്ന അറിയാം. അപ്പൊ ബുദ്ധിയുള്ള ഭർത്താവ് അറിയാം, മനസ്സിലാക്കും, അമ്മ എന്തായാലും ഇത് കാണത്തില്ല, ആര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് പറയണം? ഭാര്യ ഉറങ്ങുണ്ടാവാതിരിക്കും, അല്ലെ? ഇദ്ദേഹത്തിന്റെ മനസ്സ് അതിന് അനുവദിച്ചില്ല. കുറച്ച് സത്യസന്ധനായിരുന്നു. അയാൾ എന്ത് പറഞ്ഞു അറിയാമോ? അയാൾ പറഞ്ഞു, ഞാൻ അമ്മയെ രക്ഷിക്കുന്നു. ഇത് കേട്ടപ്പോ ഭാര്യ അവിടെ നിന്ന് എന്നെ കൈയൊക്കെ വേർക്കാൻ തുടങ്ങി, നല്ലവണ്ണം വെപ്രാളപ്പെടാൻ തുടങ്ങി, ടെൻഷൻ അടിക്കാനൊക്കെ തുടങ്ങി. കേൾക്കുന്നുണ്ടോ? എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യന് ഭർത്താവ് ആൻസർ പറഞ്ഞു. അതുകൂടെ എന്തായിരിക്കും ഭർത്താവ് പറഞ്ഞത്? പറയൂ. കൊള്ളാല്ലേ? ആ, ഒരു കയ്യടി കൊടുക്കണം എല്ലാവരും. എന്റെ ഭാര്യ എന്നുള്ള പദവിക്ക് വേണമെങ്കിൽ 1, 2, 4 ആൾക്കാരെ എനിക്ക് വേണമെങ്കിൽ റിക്രൂട്ട് ചെയ്യാം, വേണമെങ്കിൽ. എന്നാൽ ഈ ഒരിക്കലും എനിക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പോസ്റ്റ് നഷ്ടപ്പെട്ട അത് എന്ന് വേക്കന്റ് ആയിട്ട് തന്നെ കിടക്കും. അതെന്താണ്? അമ്മ എന്നുള്ള ആ ഒരു സംഭവം. അമ്മ നമ്മളെ പ്രസവിച്ചു, ഇനി ഒരിക്കൽ കൂടി പ്രസവിക്കോ? ഒറ്റ പ്രാവശ്യം പ്രസവിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനം ഒരിക്കലും നികത്താൻ പറ്റാത്തതാണ്. ഇനി അഥവാ അമ്മയെ കൊണ്ടുവന്നാലും കുഞ്ഞമ്മയെ ആവത്തുള്ളൂ, ഒരിക്കലും അമ്മ ആവത്തുള്ളൂ, അല്ലെ? സ്റ്റെപ്പ് അമ്മ ആവത്തുള്ളൂ. എന്നാൽ ഭാര്യ എന്നുള്ള പദവി നമുക്ക് വേണമെങ്കിൽ ഒന്ന് നഷ്ടപ്പെട്ടാലും ഒന്നുകൂടെ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞ് ആ മണ്ടനായ ഭർത്താവ് സത്യസന്ധമായി എന്ത് പറഞ്ഞാൽ അതോടുകൂടി ആ ഭാര്യ റിയാലിറ്റി ഷോ എന്നൊക്കെ ആകെ ടെൻഷനായി. ആ രംഗം മാറി. നീ അടുത്ത രംഗം കാണിക്കുന്നത് ഈ മാഡം ജോലിക്ക് തിരിച്ചു പോയപ്പോ അവർ ഡിസ്റ്റർബായി. റിയാലിറ്റി ഷോ കഴിഞ്ഞു, ഇപ്പൊ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. അവർ പോയപ്പോ ജോലിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ വൈഫിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഡിസ്റ്റർബൻസാണ്, ഭയങ്കര ഡിസ്റ്റർബൻസ്. അപ്പൊ അത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഇയാളുടെ ഈ മാഡത്തിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ വളരെ 3-4 ദിവസവും ഈ പ്രശ്നം ഡിസ്റ്റർബൻസ് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് സഹപാഠികളായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ വളരെ സ്നേഹപൂർവ്വം ഒന്ന് ചോദിച്ചപ്പോൾ അവർ സത്യസന്ധമായി ഈ കാര്യം പറഞ്ഞു. മാഡം പറഞ്ഞത്, കഴിഞ്ഞ 25 വർഷം കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും, എവിടെ പോയാലും ഞാൻ അങ്ങേരില്ല ഞാനും പോകില്ല, ഞാനില്ലാതെ അങ്ങേര് വരുത്തുമില്ല. ഇദ്ദേഹത്തിന്റെ അമ്മ നമുക്ക് ചെയ്യാത്ത എല്ലാ ഉപദ്രവവും ചെയ്തിട്ടുണ്ട്. 25 വർഷം അയാൾക്ക് 3 നേരം വച്ച് വിളമ്പ് കൊടുക്കുന്നത് ഞാനാണ്. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇവരുടെ അമ്മ നമ്മളെ വേണ്ട വിധം നന്നായി ഉപദ്രവിച്ചിട്ടുമുണ്ട്. എന്നാൽ 3 നേരവും കഴിഞ്ഞ 25 വർഷമായി ഇങ്ങേര് എന്റെ നിന്ന് മാത്രമേ ആഹാരം ഒരു 3 നേരവും വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളൂ. എന്നാലും ഒരു 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 അത്യാഹിതം വരുന്ന സമയത്ത് അയാൾ ആരെ രക്ഷിക്കുന്നു പറഞ്ഞപ്പോ അമ്മയെന്ന് പറഞ്ഞോളാം. ഇത് ആ മാഡത്തിന്, ആ വൈഫിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തടത്തോളം വേദനാജനകമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളാണ് ആ മാഡത്തിന്റെ സ്ഥാനത്താണെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുമോ? അതോ ഭാര്യ പറയുന്നതിനോട് യോജിക്കുമോ? അപ്പൊ ഇങ്ങേര് കാണിച്ചത് അന്യായമല്ലേ? അപ്പൊ ഇങ്ങേർക്കൊക്കെ ഇനി 3 നേരം അയാൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് എന്ത് കാര്യം എന്നാണ് ആര് ചോദിക്കുന്നത്? വൈഫ് ചോദിക്കും. വൈഫിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ ശരിയല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? സ്ത്രീ ജനങ്ങൾ പറയട്ടെ, മാതാജീസ് പറയട്ടെ, എന്താണ് അഭിപ്രായം? ഓ, 25 വർഷം മുമ്പത്തെ കാര്യമല്ലേ? അതാണ് മേഡം പറയുന്നത്. ഇപ്പോ ഞാനല്ലേ 3 നേരവും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയും അതിന്റെ ഡ്രസ്സ് നനച്ചു കൊടുക്കുകയും തേച്ച് കൊടുക്കുകയും പെട്ടി എവിടെയെങ്കിലും പോണ പെട്ടി ശരിയാക്കി കൊടുക്കുകയും അദ്ദേഹത്തിന് 3 മക്കളെ ഞാനല്ലേ പ്രസവിച്ചത്, വളർത്തിയതും ഒക്കെ ഞാനല്ലേ? ഇത്രയും ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ ആണായിട്ട് ജനിക്കണമായിരുന്നു. ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ലേഡീസ് ചിന്തിക്കൂല. അവർക്ക് അപ്പോ ആ ഒരു ടെൻഷൻ അവർക്ക് റിമൂവ് ചെയ്യാൻ വലിയ പാടാണ്. ആ മാഡം വളരെ വിഷമിച്ചു. ഇത് കേട്ടോണ്ടിരുന്ന ഒരു പുരുഷ സുഹൃത്താണ് ഇത് കേട്ടോണ്ടിരുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയും. എന്താണെന്ന് പറഞ്ഞാൽ, ആണോ അതാണോ പ്രശ്നം? അപ്പൊ അത് വള്ളത്തിൽ പോകുമ്പോ
വെള്ളപ്പൊക്കം വന്ന് വെള്ളം മറിഞ്ഞ എന്റെ ഭർത്താവ് ആരെ രക്ഷിക്കത്തുള്ളൂ? അദ്ദേഹത്തിന് അമ്മയെ രക്ഷിക്കത്തുള്ളൂ. എനിക്ക് നീന്തൽ അറിഞ്ഞൂടാ, ഞാൻ അവിടെ വീണ് ചാവും. ഇവിടെ അദ്ദേഹം വളരെ ഇത്രയേ ഉള്ളൂ പ്രശ്നം. വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞത്, താങ്കൾ നീന്തൽ പഠിച്ചാൽ പോലും ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വളരെ എളുപ്പം. എന്താ? താങ്കൾ നീന്തൽ പഠിച്ചാൽ പോലും. നാളെ മുതൽ നീന്തൽ ട്യൂഷന് പോയിക്കോ, തീർന്നു. ഈ പ്രാക്ടീസ് എങ്ങനെയുണ്ട്? മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾ ചാവാതിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ നീന്തൽ പഠിക്കാൻ പോകൂ. അപ്പൊ അയാളെ അമ്മയെ രക്ഷപ്പെടുത്തി പോകുമ്പോ നിങ്ങൾക്ക് നീന്തി സ്വയമേ രക്ഷപ്പെടാമല്ലോ. കേൾക്കുന്നുണ്ടോ? ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് സ്വീകാര്യമാണോ? സ്വീകാര്യമാണോ? സാധാരണഗതിയിൽ ഒരു സ്ത്രീകളും സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു സൊല്യൂഷനാണ്. കാരണം അവിടെ ഇമോഷണലാണ് വിഷയം. ഇവര് ആത്മഹത്യ ചെയ്യാൻ വരെ തയ്യാറാണ് ഇമോഷന് വേണ്ടി. അല്ലാതെ അതല്ല ഇവിടെ ചർച്ച ആവശ്യം. അവരുടെ പ്രശ്നം സ്നേഹമാണ്. യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലോകം ദുഃഖാലയം, അശാശ്വതമാണ്. ഇവിടെ വന്നിട്ട് സുഖം അന്വേഷിക്കണ്ട എന്നാണ് കൃഷ്ണൻ ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 325, 244, 85, 67, 88, 535 എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാവരും ഇട്ടിരിക്കുന്നത് വെള്ള ഡ്രസ്സാണ്. മനസ്സിലായ പറഞ്ഞത്? എല്ലാരും ഉള്ളത് ജയിലിലാണ്. അപ്പൊ അയാള് മോശം, അയാള് പച്ച കള്ളൻ എന്ന് ആരും പറയേണ്ട കാര്യമില്ല. പച്ച കള്ളനായത് കൊണ്ടാണ് 238, 344, 555 ആയിട്ട് എല്ലാവരും ഇട്ടിരിക്കുന്നത്. എല്ലാ കള്ളന്മാരെയും ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ജയിൽ. ജയിലിനകത്ത് വന്നൊരു ചർച്ച, അയ്യോ അയാൾ കള്ളൻ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇവനും കള്ളം തന്നെ, കേട്ടിരിക്കുന്നവനും കള്ളം തന്നെ, അവനും കള്ളം തന്നെ എന്നതുപോലെ ഇവിടെ ദുഃഖാലയമാണ്, അശാശ്വതമാണ്. ഇവിടെ 4 തരം ഡിഫക്റ്റ് ഉള്ളവർക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. എന്താണ് 4 പ്രശ്നങ്ങൾ? എന്താണ്? പറയൂ. 1, മായയാൽ അപഹൃതമായ ജ്ഞാനം. 2, എന്താണ്? അപൂർണമായ ഇന്ദ്രിയങ്ങൾ. 3, ചീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. എന്താ ചീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ? വഞ്ചിക്കാനുള്ള പ്രവണത. ഇനി ഒന്നുകൂടെ ഉണ്ട്, എന്താ ഞാൻ ഓർക്കുന്നില്ല. അപൂർണമായ ഇന്ദ്രിയങ്ങൾ, മായയാൽ അപഹൃതമായ ജ്ഞാനം, ചീറ്റ്, അതായത് വഞ്ചിക്കാനുള്ള പ്രവണത. ഇനി ഒരു ഡിഫക്റ്റ് ഉണ്ട്, 4 ഡിഫക്ട്സ് ഉണ്ട്, ഞാൻ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. ഇതുള്ള ആൾക്കാർക്ക് എന്തേ ചെയ്യാൻ പറ്റൂ? പരസ്പരം ചതിക്കാനേ പറ്റൂ, വിശ്വസിക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് എല്ലാരും ചതിക്കുന്ന പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ആരെയും ചതിക്കുന്നില്ല അങ്ങനെ പറയുന്നുണ്ടോ? നമ്മൾ ചതിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആയിട്ട്. നമ്മൾ ചതിക്കണം എന്ന് പറഞ്ഞ് ചതിക്കണമല്ല കേട്ടോ. നമ്മൾ നാച്ചുറലി ചതിക്കപ്പെടുന്ന ലോകത്താണ് ജീവിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാല്, നാളെ ബാംഗ്ലൂരിൽ വെച്ചൊരു കല്യാണം. നമ്മൾ എന്ത് ചെയ്യും? ടിക്കറ്റ് ബുക്ക് ചെയ്യില്ലേ? ബുക്ക് ചെയ്യും. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഒരാളെടുത്ത് പറയാണ്, ഞാൻ നാളെ ബാംഗ്ലൂരിലാണ്, മറ്റന്നാളുള്ള കല്യാണത്തിന് നാളെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എവിടെ വെച്ച് കാണാം? ബാംഗ്ലൂരിൽ വെച്ച് കല്യാണത്തിന് കൃത്യം കല്യാണം 12 മണിക്കാണ് കല്യാണം. നമുക്ക് 1 മണിക്ക് കറക്റ്റായിട്ട് നമുക്ക് കാണാം. കേൾക്കുന്നുണ്ടോ? എവിടെ വെച്ച് കാണാം? ഇന്ന് നമ്മൾ പറഞ്ഞിട്ട് പിരിയുന്ന ഒരു വാക്കാണ്. നാളെ ബാംഗ്ലൂർ കല്യാണം, ഇന്ന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ബാംഗ്ലൂരിൽ വെച്ച് കാണാം. ഇതിൽ എന്തെങ്കിലും ചീറ്റിംഗ് ഉണ്ടോ? സത്യസന്ധതയ്ക്ക് വല്ല കുറവുണ്ടോ? ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള സത്യമല്ലേ? അല്ലെ? ഇതിലൊന്നും തെറ്റൊന്നും ഇല്ലല്ലോ. എന്നാൽ എന്ത് സംഭവിച്ചു? നമുക്ക് കാണാം നാളെ 1 മണിക്ക് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. അതാണോ ശരി എന്ന് പറഞ്ഞ അയാൾ പോവുകയും ചെയ്തു. ഇയാൾ വരുന്നുള്ള പ്രതീക്ഷയിൽ അയാൾ വിപുലമായ എന്തൊക്കെയോ പരിപാടികൾ പൈസ ചെലവാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം എന്ത്? ഇയാൾ നാളെ 1 മണിക്ക് അവിടെ എത്തും. കേൾക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് പേശല പ്രഭു പറഞ്ഞു, ഇന്ന് ഇവിടുത്തെ ക്ലാസ് 11:30 എടുക്കുന്ന ആരാണ്? ഞാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞു, പ്രഭു ഞാൻ എത്തും പ്രഭു എന്ന് പറഞ്ഞു. വരുന്ന വഴിക്ക് എന്തെങ്കിലും ട്രാഫിക് ജാമോ ടയർ പഞ്ചറോ ആയി വെച്ചോ, എനിക്ക് സമയത്തിന് എത്താൻ പറ്റുമോ? എത്താൻ പാടില്ല എന്നുള്ള ചിന്ത എനിക്കുണ്ടോ? ഇല്ല. പക്ഷെ ടയർ പഞ്ചറായി. അപ്പൊ ടയർ പഞ്ചർ അടുത്ത് കട തള്ളിക്കൊണ്ട് പോയപ്പോൾ 1/2 മണിക്കൂർ ഞാൻ പ്രതീക്ഷനേക്കാൾ മാറി കിട്ടും. അത് നന്നായി ഇപ്പൊ തരുന്ന പ്രതീക്ഷയുള്ളതുകൊണ്ട് ബസ്സിൽ കയറിയില്ല. അവസാനം എന്താ കിട്ടി വന്നപ്പോ കുറച്ച് ലേറ്റായി പോയി.
ഇവിടെ വന്നപ്പോൾ എത്ര മണിയായി? 11:30 ക്ലാസ്സിന് 12:30 ആയിപ്പോയി. കേൾക്കുന്നുണ്ടോ? ഇതേപോലെ ബാംഗ്ലൂരിൽ നാളെ 1 മണിക്കാണ് അപ്പോയിന്റ്മെന്റ് എന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വരുന്നതും കാത്ത അയാൾ കുറെ പൈസയൊക്കെ ചിലവാക്കി, കുറെ ഗസ്റ്റ് ഒക്കെ എന്തോ ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, കുറെ പൈസ ഒക്കെ ചിലവാക്കി വെച്ചു. അപ്പൊ ഇയാളുടെ പ്രതീക്ഷ എന്താണ്? ഇയാള് നാളെ 1 മണിക്ക് എത്തും. ഇയാള് രാവിലെ അയച്ചപ്പോൾ ലേറ്റായി. പ്രതീക്ഷ സമയത്തുള്ള ബസ് പോയി. ആ ബസ് കണക്റ്റഡ് ബസ് തൽക്കാലം വേറെ ഇല്ല. അതുണ്ടെങ്കിലേ സമയത്തിനുള്ള ട്രെയിന് കയറാൻ പറ്റൂ. ട്രെയിന് മിസ്സായി. കേൾക്കുന്നുണ്ടോ? ട്രെയിന് മിസ്സായി, സമയത്തിന് എത്താൻ പറ്റിയില്ല. അയാൾ ബസ്സിൽ കയറി പോയി. അവിടെ എത്തേണ്ടത് ഉച്ചയ്ക്കാണെങ്കിലും എത്തിയപ്പോൾ രാത്രിയാണ്. അയാളുടെ മനസ്സിൽ മൊബൈൽ ഓഫായി അല്ലെങ്കിൽ കളഞ്ഞുപോയി. മൊബൈൽ ഒന്നിൽ ഓഫായി കളഞ്ഞുപോയി. ഇയാളെ 10 പ്രാവശ്യം വിളിക്കും. ഫോണ് ഇത് സ്വിച്ച് ഓഫ്, അല്ലെങ്കിൽ വേറെന്ത് പറയും? ഒരു ചേച്ചി പറയുമല്ലോ വിളിച്ച് യു ആർ ഔട്ട് ഓഫ് റേഞ്ച്, സ്വിച്ച് ഓഫ്. അയാളുടെ മനസ്സിൽ ഇപ്പൊ വരോ പിന്നെ വരോ ടെൻഷൻ അടിച്ചടിച്ചടിച്ച് അവിടെ ഇയാളെ കുറിച്ച് അന്വേഷിക്കുന്നത് ഇപ്പൊ വരും പറഞ്ഞ് ആ സമയം മൊത്തം കഴിഞ്ഞു. അയാൾ വന്നില്ല. കേൾക്കുന്നുണ്ടോ? ഞാനിവിടെ 11:30 ക്ലാസ്സിന് 12:30 1 മണിക്കാണ് വന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ആ പ്രസാദയ്ക്ക് ആളെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? അതാ. അപ്പോ ഇത് ഞാനോ അല്ലെങ്കിൽ മറ്റേ ബാംഗ്ലൂരിൽ വരാന്ന് പറഞ്ഞ ആളോ യഥാർത്ഥത്തിൽ ചതിക്കാൻ വേണ്ടി ചെയ്തതാണോ? അല്ല, ആത്മാർത്ഥമായി ചെയ്തു. പക്ഷേ ഈ ലോകത്തിന്റെ ഒരു രീതി അനുസരിച്ച് സമയത്തിന്റെ ഒരു 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 പ്രഷർ കൊണ്ട് സമയത്തിനെത്താൻ പറ്റി. സമയത്തിന്റെ പ്രഷർ കൊണ്ട് സമയത്തിനെത്താൻ പറ്റി അല്ലെ? അതല്ലേ സത്യം. അപ്പൊ ഞാൻ അയാളെ വഞ്ചിച്ചു എന്നുള്ളത് ഒരു കണക്കിന് സത്യമാണ്. ഫേഷ്യൽ പ്രൊവിന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ക്ലാസ് എടുത്തോളാന്ന് ഞാൻ എത്തി. അപ്പൊ ഫേഷ്യൽ പ്രൊവിനെ ഞാൻ വഞ്ചിച്ചോ ഇല്ലയോ? ഒറ്റ നോട്ടം വഞ്ചിച്ചു, പറഞ്ഞു പറ്റിച്ചു. പറ്റുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് പ്രൊവിന് വേറെ ആളെ അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ക്ലാസ് നടന്നില്ല. മറ്റേ ആള് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് ഇയാൾ വരുമെന്ന് പ്രതീക്ഷിച്ച് ഇയാൾ വന്നില്ല. പൈസ എല്ലാം വേസ്റ്റ്. അപ്പൊ ഇയാൾ എന്നെ വഞ്ചിച്ചു. ഇതാണ് അയാളുടെ മനസ്സിൽ. ആണല്ലോ അല്ലേ? എന്നാൽ 4 ഡിഫക്റ്റിന് മനുഷ്യനുണ്ട്. ഇത് അതിജീവിക്കാൻ എളുപ്പമായ ഒരു മാർഗവും എന്റെ ഗുരുമഹാരാജ് ഒരു ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട്. ശിശോള മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് 4 ഡിഫക്റ്റ് നമുക്കുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിജീവിക്കാൻ ഒരു മാർഗവും ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പുസ്തകത്തിൽ വായിക്കുമ്പോൾ എന്തേ ഉള്ളൂ? 4 ഡിഫക്റ്റ് ഉണ്ടല്ലോ എന്ന് വിഷമിച്ചിരിക്കാനേ പറ്റും. നെഗറ്റീവ് വാർത്തകളാണ്. എന്നാൽ അതൊരു പോസിറ്റീവ് വാർത്തയാണ്. ആ 4 ഡിഫക്റ്റിനെ അതിജീവിക്കാനും പറ്റും. എങ്ങനെ? കൃഷ്ണകൃപയാൽ എന്നുള്ളൊരു വാക്ക് നമ്മുടെ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. എന്താ പറയൂ? കൃഷ്ണകൃപയാൽ പറയൂ എന്നുള്ള വാക്ക് നിങ്ങളുടെ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഈ 4 ഡിഫക്റ്റ് നിങ്ങൾ അഫക്റ്റ് ചെയ്യത്തില്ല. മായാലപകൃതമായ ജ്ഞാനം, അപൂർണമായ ഇന്ദ്രിയങ്ങൾ, തെറ്റ് ചെയ്യാനുള്ള 4 കാര്യം പറഞ്ഞല്ലോ. തെറ്റ് ചെയ്യാനുള്ള പ്രവണത, വഞ്ചന മനോഭാവം. സമയമായില്ലേ? സമയമായി സാർ. അപ്പൊ ഈ 4 ഡിഫക്റ്റ് നമുക്ക് എങ്ങനെ അതിജീവിക്കാന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കാര്യത്തിൽ ഒന്ന് ഈ 4 ഒന്ന് ഓർമ്മിച്ച് പറയണേ. ഒന്ന് എഴുതി വെച്ചോളൂ. എന്താണ്? മായാലപകൃതമായ ജ്ഞാനം, അപൂർണമായ ഇന്ദ്രിയങ്ങൾ, തെറ്റ് ചെയ്യാനുള്ള പ്രവണത, വഞ്ചിക്കാനുള്ള മനോഭാവം. അതാ വഞ്ചിക്കാനുള്ള ടെൻഡൻസി. അതാ ഒന്ന് മായാലപകൃതമായ ജ്ഞാനം. നാളെ ട്രെയിന് ഈ ലോകത്ത് ഓടില്ല എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? അപ്പൊ ഓടുമെന്നുള്ള പ്രതീക്ഷ ഒരു മായയല്ലേ? നാളെ ഓടിയാലല്ലേ വകയുള്ളൂ. മായാലപകൃതമായ ജ്ഞാനം. 2 എന്താ? അപൂർണമായ ഇന്ദ്രിയങ്ങൾ. അപൂർണമായി നമ്മൾ ഈ ശരീരം കൊണ്ട് നടന്ന് ആ റെയിൽവേ സ്റ്റേഷനിൽ കയറി ആ വണ്ടിയിൽ എത്തുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഈ ഇന്ദ്രിയങ്ങളുടെ രാവിലെ ഒരു ഹൃദയത്തിൽ ഒരു വേദന വന്നാൽ സമയത്തിന് ഇറങ്ങാൻ പറ്റുമോ? അപ്പൊ ഇന്ദ്രിയങ്ങൾ ഇതേപോലെ നാളെ പ്രവർത്തിക്കുന്ന ഉറപ്പുണ്ടോ? ഇല്ല. അപ്പൊ ശരീരം മൂവ് ചെയ്താലല്ലേ അതിനകത്ത് കയറാൻ പറ്റൂ. അപ്പൊ അപൂർണമായ ഇന്ദ്രിയങ്ങൾ എന്ത് വേണമെങ്കിലും ഈ ശരീരത്തിന് എപ്പോഴും വേണമെങ്കിലും പറ്റാം. അപ്പൊ അത് ഉറപ്പല്ല. ഓക്കെ. 2. 3 തെറ്റ് ചെയ്യാനുള്ള പ്രവണത. അപ്പൊ അദ്ദേഹത്തിന് സമയത്ത് വരാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് പറയില്ല? നമ്മൾ ഈ സമയം ലേറ്റായി പോകുന്നത് നമ്മൾ ആദ്യം സമ്മതിക്കില്ല. പകരം നമ്മൾ എന്ത് പറയും? എക്സ്ക്യൂസ് പറയും. ഇന്ന കാരണത്താൽ എനിക്ക് അങ്ങനത്താൽ എന്ന് പറയും. എക്സ്ക്യൂസ് ആണ് പറയുന്നത്. അപ്പൊ നമ്മളതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അയാൾക്ക് വന്ന നഷ്ടം വലുതാണോ ഇല്ലെന്നുള്ളത് രണ്ടാമത് നമ്മൾ നോക്കുള്ളൂ. ആദ്യം നമ്മളെ ന്യായീകരിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ തെറ്റ് ന്യായീകരിക്കാനുള്ള പ്രവണത. ഇയാൾ കാരണമാണ് അയാൾക്ക് പൈസ നഷ്ടപ്പെട്ടത്. പക്ഷെ അത് ന്യായീകരിക്കുകയാണ്. അതുകൊണ്ടാണ് പറ്റിയെന്ന് അയാൾ തെറ്റ് സമ്മതിക്കത്തില്ല. ഓക്കെ. 2. ലാസ്റ്റ് എന്താണ്? അവസാനം വഞ്ചിച്ചു. സമയത്തിന് പറഞ്ഞ് അയാൾ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കൂടിയും ഫലത്തിൽ പറ്റിക്കപ്പെട്ടു. മറ്റേ ആൾ വഞ്ചന തന്നെയാണ്. എന്നാൽ ഞാൻ ചെയ്തോളാം, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭഗവാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞെങ്കിലോ? ഭഗവാൻ അനുവദിക്കുമെങ്കിൽ
വരാമെന്ന് പറയുമ്പോൾ ഭഗവാൻ അനുവദിക്കുമെങ്കിൽ വണ്ടി ഓടും, ഭഗവാൻ അനുവദിക്കുമെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് വണ്ടിയിലേക്ക് എത്താൻ പറ്റും, ഭഗവാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ പറഞ്ഞ സ്ഥലത്ത് 1 മണിക്ക് അവിടെ എത്താൻ പറ്റും. അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? ഭഗവാൻ അനുവദിച്ചില്ല, വരാൻ പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെങ്കിലും അത് ഭഗവാന്റെ മണ്ടയ്ക്ക് വെച്ചാൽ നമ്മൾ അവിടെ സുരക്ഷിതരായി. മനസ്സിലായോ? ഭഗവാൻ അനുവദിച്ചില്ല, വരാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞെന്താ? ഭഗവാൻ അനുവദിക്കുമ്പോൾ വരുന്നല്ലേ? ഭഗവാൻ അനുവദിച്ചില്ല, വരാൻ പറ്റിയില്ല. അതിനകത്ത് എന്തുണ്ട്? ഭഗവാന്റെ ഭാഗത്ത് ഭാരം ഇറക്കി വെച്ച് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. കൃഷ്ണൻ അതല്ലേ പറയുന്നത്. എന്നെ നിങ്ങൾ ഫ്രണ്ടിൽ നിർത്തോ, നിങ്ങൾ അതിന്റെ ഫലം അനുഭവിക്കേണ്ട, ഞാൻ അനുഭവിച്ചോളാം. കള്ളകൃഷ്ണൻ ആരാണ്? കൃഷ്ണനാണ്. നമ്മൾ കള്ളനാവണ്ട. മനസ്സിലായോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കള്ളം ഭഗവാൻ പറഞ്ഞു. എങ്ങനെ കള്ളം പറഞ്ഞു? നാളെ സൂര്യോദയം വരുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകിൽ ആയുധം എടുക്കും, ഇല്ലെങ്കിൽ ആരെ കൊല്ലും? അർജുനനെ കൊല്ലും. മനസ്സിലായ? ആദ്യമേ കൃഷ്ണൻ പറഞ്ഞെന്താണ്? ഞാനല്ല, ഞാൻ എന്തെടുക്കൂല? ആയുധം എടുക്കൂല. അപ്പൊ പോസിബിലിറ്റി എന്താണ്? അർജുനനെ കൊല്ലുമെന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് പോസിബിലിറ്റി. എന്നാൽ ഇവിടെ ഭക്തനായ ആരെ രക്ഷിക്കണം? ഭീഷ്മദേവനെ രക്ഷിക്കണം. അതിന്റെ വാക്ക് വെറും വാക്കാവരുത്. 1. 2, അർജുനനാകുന്ന ഡിവോട്ടിയെയും ജീവനോടെ രക്ഷിക്കണം. അവസാനം കൃഷ്ണൻ കണ്ടുപിടിച്ച മാർഗം എന്നറിയാമോ? ഞാൻ കള്ളനാണ് എന്ന് ലോകമേ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വന്തം വ്യക്തിത്വത്തിനെ അദ്ദേഹം ഇല്ലാതാക്കി. അപ്പൊ വാക്ക് മാറിയ ആളായിട്ട് ആരായി മാറി? കൃഷ്ണൻ വാക്ക് മാറിയവനായി മാറുകയും ചെയ്തു, 2 ഭക്തന്മാരെ രക്ഷിക്കുകയും ചെയ്തു. അത്രത്തോളം കരുണാമയനാണ് കൃഷ്ണൻ. കേൾക്കുന്നുണ്ടോ? അപ്പോ ഈ നമ്മൾ സമയത്തിന് എത്താത്തതിന്റെ തെറ്റ് നമ്മുടെ തെറ്റാണെങ്കിൽ കൂടിയും കൃഷ്ണൻ പറയുന്നത് എന്താ? അതിന്റെ ഉത്തരവാദിത്തം ആരുടെ മണ്ടയ്ക്ക് വെച്ചേക്കാൻ പറയുന്നു? എന്റെ മണ്ടയ്ക്ക് വെച്ച് നീ രക്ഷപ്പെട്ടോ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. എന്നിട്ട് കൂടി നമ്മൾ അതിന് തയ്യാറല്ലാതെ പോയത്. നേരത്തെ നമുക്ക് വേണ്ടി ആര് കരയുന്നു ചോദിച്ചാൽ ആരുമേ കരയൂല. നമ്മുടെ തെറ്റ് ആര് ഏറ്റെടുക്കുന്ന പറഞ്ഞാൽ ആരുമേ ഏറ്റെടുക്കൂല. അങ്ങനെ ഒരു ലോകത്ത് നിങ്ങളുടെ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് കൃഷ്ണൻ മുന്നോട്ട് നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കൃഷ്ണന് വേണ്ടി നമ്മൾ സമയം ചെലവാക്കിക്കൂടാ? എന്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ അസോസിയേറ്റ് ചെയ്തുകൂടാ? അദ്ദേഹത്തിന് നമ്മൾ എന്തുകൊണ്ട് കൂടുതൽ ബന്ധം വെച്ചുകൂടാ? അദ്ദേഹത്തിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ എൻഗേജ് എന്തുകൊണ്ടായിക്കൂടാ? കേൾക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കൃഷ്ണനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ വളരെ ആത്മാർത്ഥമായി ശ്രമിക്കണം. എങ്ങനെ ശ്രമിക്കും? 1, നമുക്ക് നമ്മുടെ സമയം ഭഗവാന് കൊടുക്കും. എന്ത് കൊടുക്കണം? സമ്പത്ത് രണ്ടാമത് കൊടുത്താൽ മതി. ആദ്യം കൊടുക്കേണ്ടത് എന്താണ്? നമുക്കുള്ള എല്ലാ ഫെസിലിറ്റിയും നമ്മൾ കൃഷ്ണന് കൊടുക്കും. നമുക്കുള്ളതെല്ലാം ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളിന് കൊടുക്കോ ഇല്ലയോ? അമ്മമാര് മക്കൾക്ക് എല്ലാം കൊടുക്കും അല്ലേ? എന്താണ് കാരണം? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്, പ്രേമിക്കുന്നത് മക്കളെയാണ്. അതുകൊണ്ടാണ് കൊടുക്കുന്നത്. എന്നതുപോലെ നമ്മൾ കൃഷ്ണനെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ആദ്യം എന്താണ് കൊടുക്കേണ്ടത്? സമയമാണ്. അമ്മ ഏറ്റവും കൂടുതൽ മക്കൾക്ക് കൊടുക്കുന്നത് എന്താണ്? അമ്മയുടെ സമയമാണ്. ഏറ്റവും കൂടുതൽ അച്ഛനേക്കാളും കൂടുതൽ അമ്മയാണ് മക്കളെ സ്നേഹിക്കുന്നത്. കാരണം എന്ത്? അമ്മയുടെ ഏറ്റവും വിലപ്പെട്ട സമയം അമ്മയാണ് മക്കൾക്ക് വേണ്ടി കൂടുതൽ ചിലവാക്കുന്നത്. അച്ഛന്മാർ രാവിലെ ജോലിക്ക് പോകും അല്ലെ? കുറച്ച് സമയം മക്കൾക്ക് വേണ്ടി സമയം ചിലവാക്കും. ജോലി ചെയ്യുന്ന പൈസ മക്കൾക്ക് വേണ്ടിയാണ്, സമ്മതിച്ചു. എന്നിരുന്നാലും അമ്മ ഏറ്റവും കൂടുതലും സമയം കൊടുക്കുക മക്കൾക്ക് വേണ്ടി. അതുപോലെ കൃഷ്ണപ്രേമം എന്താ? നമ്മൾ രാവിലെ മംഗളാരതി കഴിഞ്ഞിട്ട് നമസ്കരിക്കുമ്പോൾ എന്ത് വേണമെന്നാണ് പറയുന്നത്? കൃഷ്ണപ്രേമം. അപ്പൊ കൃഷ്ണനോട് പ്രേമം വേണമെന്നുള്ളവര് ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി എന്താന്ന് വെച്ചാല് സമയം കൃഷ്ണന് വേണ്ടി കൊടുക്കും. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനുള്ള സമയം കൊടുക്കും. എന്താ പറയും? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. സമയം കൊടുത്താലേ ജപിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ജപം പെൻഡിങ് ആവും. ഭാഗവതം ഭഗവത്ഗീത വായിക്കാൻ വേണ്ടി സമയം കൊടുക്കണം. കൃഷ്ണന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ സമയം കൊടുക്കുന്നത് വായനയിലൂടെയാണ്. ഇപ്പൊ നമ്മൾ പ്രഭുവാന്റെ 1000 പുസ്തകങ്ങളുണ്ട് അല്ലെ? ഇതെല്ലാം എടുത്ത് വെച്ച് കുത്തിയിരുന്ന് ഡെയിലി 2 മണിക്കൂർ വായിക്കണം. 1 മണിക്കൂർ 2 മണിക്കൂർ നിർബന്ധമായിട്ടും നമ്മൾ വായിക്കണം. അപ്പൊ 24 മണിക്കൂറിൽ 2.5 മണിക്കൂർ 3 മണിക്കൂർ ജപം, 2 മണിക്കൂർ പ്രഭുവാദിന്റെ പുസ്തക വായന. പിന്നെയോ അത് മാത്രം മതിയോ? പോരാ, 2 ചെവിയും വെച്ച് കൃഷ്ണനെ കുറിച്ച് കേൾക്കണം. നല്ല രീതിയിൽ 2 മണിക്കൂറെങ്കിലും രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ കൃഷ്ണനെ കുറിച്ച് കേൾക്കണം. അതിനുവേണ്ടി നമ്മൾ സമയം അങ്ങനെ 3, 2, 5, 2, 7 മണിക്കൂർ കൃഷ്ണന് വേണ്ടി ഡെയിലി ചെലവാക്കുന്ന ആൾ ഭാഗ്യവാൻ. കേൾക്കുന്നുണ്ടോ? ഇനി കൺക്ലൂഷനിൽ ഞാൻ പറയട്ടെ. ഇന്നത്തെ ശ്ലോകമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവൻ ബുദ്ധിമാൻ. മനസ്സിലായോ? 60-70 വയസ്സായി അയാൾ വീട് കെട്ടിക്കൊണ്ടിരിക്കുക. എന്ത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്? അയാൾ പറയാണ്, എന്റെ ലൈഫിൽ എന്റെ വലിയ സ്വപ്നമാണ് എന്ത്? വീട് കെട്ടുക. വീട് കെട്ടിയിട്ട് എന്ത് ചെയ്യാൻ? വീട് കെട്ടിയിട്ട് എന്ത് ചെയ്യാൻ? അയാൾ 60 വയസ്സായല്ലോ. ഇനി എത്ര കാലം കൊണ്ട് ജീവിച്ചിരിക്കും? അയാൾ എപ്പോ വേണം മരിക്കും? 60 വയസ്സായല്ലോ അല്ലെ? പണ്ടല്ലേ 100 വയസ്സ്, ഇപ്പൊ എത്ര? പ്രസിഡന്റ് അസോസിയേഷന്റെ നോട്ടീസ് ബോർഡ് കാണുമ്പോൾ നെഞ്ചിൽ അറ്റാക്ക് വരികയാണ്. നമ്മുടെ കൂടെയുള്ള പലരും
പൂവും വെച്ചിരിക്കുക, ആദരാഞ്ജലികൾ. മരിച്ചുകൊണ്ടിരിക്കുക. അറ്റാക്ക് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചാൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. അപ്പൊ മരിക്കുകയാണ് ആൾക്കാർ. അറ്റാക്ക് എന്ന് തലേ ദിവസം കണ്ട ആള് രാവിലെ ഇല്ല അറ്റാക്ക്. അപ്പൊ അങ്ങനെ ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ 60-62 വയസ്സിൽ ഇയാൾ വീട് കെട്ടുമ്പോൾ അയാൾക്ക് വേണ്ടിയാണ് ആ വീട്? പറയൂ, അല്ല, അയാളുടെ തലമുറയ്ക്കാണ്. അപ്പൊ ഈ തലമുറ അതിൽ ജീവിക്കും എന്നുള്ളത് ഉറപ്പില്ല. എന്നാൽ തലമുറയ്ക്ക് കൃഷ്ണനെ കൊടുത്താൽ ഒരു എന്നേക്കുമായി ജീവിക്കും, അവർക്ക് മരണമില്ല. മനസ്സിലായോ? കൃഷ്ണനെ കൊടുത്തില്ലെങ്കിലോ ആ തലമുറ അയാൾ മരിക്കും വരെ ആ വീട്ടിൽ ജീവിക്കും. എന്നാൽ കൃഷ്ണനെ കൊടുത്താലോ ആ കൃഷ്ണനാകുന്ന നിധിയെ എത്ര ജന്മം കഴിഞ്ഞാലും അവർക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പൊ മക്കൾക്ക് കൊടുക്കേണ്ട യഥാർത്ഥ സ്വത്തെന്ന് പറയുന്നത് എന്തല്ല, വീടോ ബാങ്ക് ബാലൻസോ അല്ല, കൃഷ്ണനെ കൊടുക്കുകയാണ് ഒരു അച്ഛനമ്മമാര് ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് ജനനമന ചക്രത്തിൽ നിന്ന് പുറത്തു വരാനുള്ള വിദ്യയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അകർമ്മത്തിൽ കർമ്മത്തെയും കർമ്മത്തിൽ അകർമ്മത്തെയും എന്ന് പറയുമ്പോൾ എല്ലാവരും കഴിക്കുന്നു, എന്നാൽ ഭക്തൻ കഴിക്കുന്നില്ല. കാരണം എന്ത്? എല്ലാവരും കഴിക്കുമ്പോൾ കൃഷ്ണനെ നിവേദിക്കാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ അവർ പാപത്തെയാണ് കഴിക്കുന്നത്. എന്നാൽ ഭക്തൻ കഴിക്കുന്നത് മറ്റുള്ളവർ കഴിക്കുന്ന ഭക്ഷണമല്ല, അത് ഭഗവാൻ നിവേദിച്ച ഭക്ഷണമാണ്. അപ്പൊ മറ്റുള്ളവർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് അവരുടെ കർമ്മഫലം കൂടുമ്പോൾ ഭക്തൻ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് പൂർവ്വജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലം കൂടെ അനുഭവിക്കാത്ത മെഡിസിനാണ് കഴിക്കുന്നത്. മനസ്സിലായി? അപ്പൊ കർമ്മമാണ്, എന്നാൽ അതിൽ അകർമ്മമുണ്ട്. എന്താണ് അകർമ്മം എന്ന് ചോദിച്ചാൽ 3 തരം കർമ്മം ഉണ്ടെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും. ഒന്ന് കർമ്മം, അവനവൻ ചെയ്ത കർമ്മത്തിന് ഫലം അവനവൻ അനുഭവിക്കുന്നേ വരൂ. പാപം ചെയ്താൽ പാപം അനുഭവിക്കേണ്ടി വരും, പുണ്യം ചെയ്താൽ പുണ്യം അനുഭവിക്കേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ ഈ ഭൂമിയിൽ വീണ്ടും ജനിക്കേണ്ടി വരും. എന്നാൽ അടുത്ത ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ വികർമ്മം എന്നാണ്. വികർമ്മം എന്ന് പറഞ്ഞാൽ പാപപ്രവർത്തനങ്ങൾ. അത് നിയമം അനുസരിച്ച് അതാത് രാജ്യത്തിൽ നിയമമുണ്ട്, ചെയ്യാൻ പാടില്ല പാപപ്രവർത്തനം. മറ്റുള്ളവരെ കൊല ചെയ്യുക, ബലാത്സംഗം ചെയ്യുക, അടിക്കുക, ഇടിക്കുക, കുത്തുക, അങ്ങനെയൊക്കെയുള്ള ഒരു പാപവും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് വികർമ്മം എന്നുള്ള ഗണത്തിലാണ് വരുന്നത്, അല്ലെങ്കിലും ചെയ്യാൻ പാടില്ല. പിന്നെ അകർമ്മം എന്നുള്ളൊരു സാധനമുണ്ട്, അത് ആർക്കും അറിഞ്ഞുകൂടാ, അത് ഭക്തനറിയാം. എന്താണ്? അവർ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുമെങ്കിലും അതിന്റെ പരിണിത ഫലം അയാൾ അഫക്ട് ചെയ്തില്ല. പകരം അയാൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് പൂർവ്വജന്മ പാപം കൂടെ കുറഞ്ഞു വരും, അനുഭവിക്കാത്ത രീതിയിൽ കുറഞ്ഞു. ഇതാണ് അകർമ്മം എന്ന് പറയുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ ഭക്തിയുക്ത ഭഗവത് സേവനം. പറയൂ, എല്ലാവരും പറയൂ, ഭക്തിയുക്ത ഭഗവത് സേവനം. പറയൂ, ഭക്തിയുക്ത ഭഗവത് സേവനം. ഭക്തിയുക്ത ഭഗവത് സേവനം അതെന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഭഗവാന് നിവേദിച്ച ഭക്ഷണം മാത്രം കഴിക്കുക. ഇത് മാത്രം ചെയ്താൽ, വീട്ടിൽ ചെയ്താൽ മതി. എന്ത് സംഭവിക്കും? നമ്മൾ ജോലിക്ക് പോകുന്നത് ഭഗവാന് നിവേദ്യം ഉണ്ടാക്കേണ്ട പണം ഉണ്ടാക്കാനാണ്. അപ്പൊ ജോലിക്ക് പോകുന്നത് ഡിവോഷൻ സർവീസാണ്. അവിടെ നിന്നും പർച്ചേസ് അതിൽ നിന്ന് കിട്ടിയ പൈസ കൊടുത്ത് മലക്കറി മേടിക്കാനും പലവ്യഞ്ജനം മേടിക്കാനും പോകുന്നത് ഭഗവാൻ ഉണ്ടാക്കേണ്ട നിവേദ്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മലക്കറി മേടിക്കാൻ പോകുന്നത്. അപ്പൊ അതെന്തായി? അത് ഭക്തിയുക്ത ഭഗവത് സേവനമായി. ഓക്കെ. വീട്ടില് മലക്കറി അരിയുന്നത് ഭക്തിയുക്ത ഭഗവത് സേവനമാണ്. ഭഗവാൻ പ്രസാദം നിവേദിക്കുന്നത് ഭക്തിയുക്ത ഭഗവത് സേവനമാണ്. അപ്പോ വിതരണം ചെയ്യുന്നത് ഭക്തിയുക്ത ഭഗവത് സേവനാണ്. ഭഗവാന് നിവേദിച്ച പ്രസാദത്തിന്റെ ബോട്ട്സ് കൈവയ്ക്കുന്നത് ഭക്തിയുക്ത ഭഗവത് സേവനമാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എല്ലാം ഭക്തിയുക്ത ഭഗവത് സേവനമാക്കാൻ വീട്ടിൽ നിവേദ്യം ഉണ്ടാക്കി കഴിച്ചാൽ മതി. അത് മക്കൾക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. മാസത്തിൽ ഒരു ക്ലാസ് നമുക്ക് ഇവിടെ വന്ന് ഭക്തന്മാരായിട്ട് അസോസിയേറ്റ് ചെയ്ത് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ജയനാനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷം വന്നു ചേർന്ന എല്ലാവർക്കും എന്ന് പറയുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഹരേ കൃഷ്ണ. അകർമ്മം, അതെ അതെ അതെ. അകർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സമർപ്പണം ചെയ്യുന്ന പ്രവൃത്തികൾ. ഓക്കെ, ശരി.